الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك أنزلنا إليك الكتاب فالذين آتيناهم الكتاب يؤمنون به ومن هؤلاء من يؤمن به وما يجحد بآياتنا إلا الكافرون وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون صدق الله العلي العظيم. تبارك الله ما وحي بمكتسبي ولا نبي على غيب بمتهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും വേർപിരിയലുമെല്ലാം അവന്റെ പൊരുത്തപ്പെട്ട മാർഗത്തിലായി നമ്മൾ അവൻ സ്വീകരിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായിരിക്കുന്ന സർവ്വദോഷവും അള്ളാഹു അവന്റെ മഹദ് ഫളൽ കൊണ്ട് വിട്ടുപുറത്ത് അവന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളെ കൂട്ടത്തിൽ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ തഫ്സീറിന്റെ മുന്നോടിയായി നാം സംസാരിച്ചുകൊണ്ടിരുന്ന ഉലൂമുൽ ഖുർആൻ അല്ലെങ്കിൽ മദ്ഖലുൻ ഇലാ തഫ്സീറുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലേക്കുള്ള ഒരു ആമുഖം, അതിന്റെ അവസാന ഭാഗമാണ് എന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വഹി എന്നുള്ള ഈ പ്രതിഭാസത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ, അതായത് വഹിയിനെ എതിർത്തുകൊണ്ട് വഹി എന്ന് പറയുന്നതായ ഒരു സ്രോതസ്, അറിവ് നേടാനുള്ള ഒരു സ്രോതസ്സായിട്ട് വഹീനെ അംഗീകരിക്കാത്ത ഭൗതികവാദികളും നിരീശ്വരവാദികളും ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. ഇന്നലെ നാം മനസ്സിലാക്കി പരിശുദ്ധമായ ഖുർആൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടുമൊക്കെ അള്ളാഹുവിന്റെ ലഫ്ളും അള്ളാഹുവിന്റെ ആശയവും യാതൊരു മാറ്റത്തിരുത്തലുകളും ഏറ്റക്കുറച്ചിലും ഇല്ലാതെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടി മാനുഷിക അവസ്ഥയിൽ നിന്ന് മലക്കിയായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് അവതരിപ്പിച്ചു കൊടുത്ത വഹി മുഖേന അവിടത്തേക്ക് നൽകിയ വചനങ്ങളാകുന്നു പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അല്ലാതെ ഓതുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കുകയില്ല. ഓതിയാൽ മാത്രം തന്നെ പ്രതിഫലം ലഭിക്കുന്നത് എന്തുകൊണ്ടാ? അത് അള്ളാഹുവിന്റെ ലഫ്ള് ആയതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ആശയം എന്നുള്ളതിന് പുറമെ അള്ളാഹുവിന്റെ ലഫ്ളുമാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹി ഇറങ്ങുമ്പോൾ, വഹി നാം ഇന്നലെ പറഞ്ഞതുപോലെ ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹി അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലാതെ അവിടുന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. അതായത് വഹിയിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ആ കാര്യങ്ങൾ വഹിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വഹിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നേരിട്ട് വഹിയുമായിട്ട് ബന്ധമുള്ള വിഷയമല്ലാതെ അവിടുന്ന് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇജ്തിഹാദ് പോലും അതിന്റെ അടിത്തറ ആയിട്ട് വഹിയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വഹി കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നിലേക്കായിരിക്കും വരിക. അപ്പം ഹദീസുമുണ്ട്, ഖുർആനുമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ എഴുതി വെക്കാൻ പ്രത്യേകമായിട്ട്, അപ്പോൾ തന്നെ എഴുതി വെക്കാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഏതാണ്? ഖുർആൻ ഷരീഫാണ്. ഹദീസ് എഴുതി വെക്കരുത് എന്നാ പറഞ്ഞത്. കാരണം ഖുർആൻ ഇറങ്ങുന്ന സമയം തന്നെയാണ് ഹദീസും വരുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ മാത്രം എഴുതി വെക്കാവൂ, ഹദീസ് എഴുതി വെക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകുകയുണ്ടായി. കാരണം ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റേതാണ്, ലഫ്ളും അതിന്റെ ആശയവും. അത് മറ്റതിനോട് ചേർത്ത് വെക്കാൻ പാടില്ല. മറ്റുള്ളതിനോട് കൂടിക്കലർന്നാൽ അള്ളാഹുവിന്റെ കലാമും മറ്റുള്ളവരുടെ കലാമും തമ്മിൽ വ്യത്യാസപ്പെട്ടു പോകും. ഹദീസും ആശയം അള്ളാഹുവിന്റേതാണെങ്കിലും, ഹദീസിന്റെ ആശയം അള്ളാഹുവിന്റേതാണെങ്കിലും പക്ഷേ അതിന്റെ ലഫ്ള് ആരുടേതല്ല ആയിക്കൊള്ളണമെന്നില്ല. ആ ലഫ്ളും അള്ളാഹുവിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഖുദ്സിയ ഹദീസായി. ലഫ്ള് സ്വന്തം നിലക്കാണ് അത് ഉപയോഗിച്ചതെങ്കിൽ അത് ഹദീസായി. അള്ളാഹുലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഖുദ്സിയ ഹദീസായി. പിന്നെ ലഫ്ള് പ്രവാചകൻ സ്വന്തം നിലക്ക് വളരെ സാഹിത്യ സമ്പൂർണമായ പദങ്ങൾ ഉപയോഗിച്ച് സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഒരു ആശയം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഹദീസായി. പക്ഷേ ഇതൊന്നും എഴുതി വെക്കാൻ കൽപ്പിച്ചിട്ടില്ല. എഴുതി വെക്കാൻ കൽപ്പിച്ചത് ഏത് മാത്രമാണ്? വഹി, ഖുർആൻ, അള്ളാഹുവിന്റെ കലാമ് മാത്രമാണ് എഴുതി വെക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വഹി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. വഹിന്റെ വിവിധ ഘട്ടങ്ങൾ, വഹി വരുമ്പോൾ അടയാളങ്ങൾ പലതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് വിശദമായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഒരുപാട് ദിവസം അങ്ങനെ തന്നെ പോകും, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. അപ്പോൾ കൂടുതൽ ഇപ്പൊ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വഹി എന്നുള്ളത് നമുക്കറിയാം, അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്ക് മലക്കുകൾ മുഖാന്തരം അവന്റെ ഇഷ്ടപ്പെട്ട അവന്റെ അടിമകൾക്ക്, അതായത് പ്രവാചകന്മാർക്ക് മലക്കുകൾ മുഖാന്തരം എത്തിച്ചു നൽകുന്ന നിർദ്ദേശങ്ങളാണ്, സന്ദേശങ്ങളാണ്. അത് പല രൂപത്തിലുണ്ടാവും. നമ്മൾ പറഞ്ഞല്ലേ അല്ലേ? നമ്മൾ പറഞ്ഞത് എന്താണ്? ഒന്നത് ഉണർച്ചയിൽ തന്നെ ഉണ്ടാകും. മറ്റൊന്ന് നേരിട്ട് അള്ളാഹു സംസാരിക്കും. അത് വഹി തന്നെയാണ്. മൂസാ നബിയോടൊക്കെ സംസാരിച്ചല്ലോ. കല്ലമല്ലാഹു മൂസാ തക്ലീമ. നമ്മുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മെഹ്റാജിന്റെ അല്ലെങ്കിൽ ഇസ്രായിന്റെ രാത്രിയിൽ സംസാരിച്ചതുപോലെയുള്ള സംസാരങ്ങൾ. അങ്ങനെ നേരിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു മാർഗമാണ്. പിന്നെ സ്വപ്നത്തിൽ
സ്വപ്നത്തിൽ ഉണ്ടാവാറുണ്ട്, വഹി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഇൽഹാം മുഖേന, മനസ്സിലായില്ലേ, അള്ളാഹു അല്ലെങ്കിൽ മലക്കോ പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ പ്രവാചകൻ ഉറപ്പിക്കും ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് ഉറപ്പിക്കും. ചില ഹദീസിൽ കാണാം, ഇന്ന റൂഹൽ ഖുദ്സ് നഫസ ഫീ റൗഇ, റൂഹുൽ ഖുദ്സ് പരിശുദ്ധാത്മാവ് നഫസ ഫീ റൗഇ, എന്റെ ഹൃദയത്തിൽ എന്റെ ഖൽബിൽ ഊതി തന്ന് എന്ത്, ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹാ ഫത്തഖുല്ലാഹ വാജ്മിലു ഫിത്തലബ്. ഹാക്കിം ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. എന്റെ ഹൃദയത്തിൽ റൂഹുൽ ഖുദ്സ് ഊതി തന്ന് എന്താ, ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖ, ഒരു ശരീരവും അതിന്റെ റിസ്ക് പൂർത്തിയാകുന്നത് വരെ മരിക്കുകയില്ല. ഒരു ശരീരവും അതിന് കണക്കാക്കിയ ഭക്ഷണം പൂർത്തീകരിക്കുന്നത് വരെ മരണപ്പെടുകയില്ല എന്നുള്ള. അപ്പോ എത്രമാത്രം അള്ളാഹു നമുക്ക് കണക്കാക്കിയോ അത് നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു തീർക്കും. അതിന്റെ മുന്നേ നമ്മളെ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയൂല. പെട്ടെന്ന് മരിച്ചു പോകുന്നതൊക്കെ അള്ളാഹു അങ്ങനെ കണക്കാക്കിയത് കൊണ്ടാണ് മരിക്കുന്നത്. അതുവരെ നമ്മളെ റിസ്ക് ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അകാല ചരമം എന്ന് പറയുന്ന ഒന്ന് നമ്മളെ വിശ്വാസത്തിലില്ലല്ലോ. അങ്ങനെ ഉണ്ടോ ഒരു അകാല ചരമം എന്ന് പറയുന്ന? നിങ്ങളൊക്കെ കേട്ടില്ലേ സഹോദരന്മാരെ അകാല ചരമം? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ അകാല ചരമം എന്നുള്ള പ്രയോഗം? എന്തെങ്കിലും പ്രതികരിക്കും, എന്നാലും എല്ലാവരും രസമുള്ളൂ. അല്ലെ നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും അകാല ചരമം. അകാല ചരമം എന്ന് പറയുന്ന ഒന്ന് പിന്നെ ഇല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഒരു ചരമല്ല. കാലത്തിന് അത് മുഅ്തസിലത്തിന്റെ വാദം മാത്രമാണ്. അന്നൽ മഖ്തൂല മയ്യിത്തുൻ, അന്നൽ മഖ്തൂല മഖ്തൂം ലി അജലിഹി എന്നാണ്. അതെ, അവര് പറഞ്ഞ എന്താണ് മുഅ്തസിലിയാക്കള്, അന്നൽ കൊല്ലപ്പെട്ടവൻ മഖ്തൂൻ ലി അജലിഹി, അവന്റെ ഇത് മുറിഞ്ഞുപോയി എന്നുള്ള, അവന്റെ അജലും മുറിഞ്ഞുപോയി, അതായത് അകാല ചരമം എന്നുള്ള മുഅ്തസിലത്തിന്റെ വിശ്വാസം അങ്ങനെ. പക്ഷെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം അങ്ങനെ ഒരു ചരമം ഇല്ല. നമ്മുടെ ഓരോരുത്തരും അവരുടേത് കണക്കാക്കിയ അൽ മഖ്തൂലു മയ്യിത്തും ബി അജലിഹി എന്ന നമ്മുടെ വിശ്വാസം. അൽ മഖ്തൂലു കൊല്ലപ്പെട്ടവൻ, ഏതെങ്കിലും വിധത്തിലുള്ള കൊല്ലപ്പെട്ടു പോയവൻ, സാധാരണ സ്വാഭാവിക മരണമല്ലാത്ത രീതിയിൽ കൊല്ലപ്പെട്ടു പോയവനൊക്കെ അവന്റെ അവധിക്ക് തന്നെയാണ് മരിക്കുന്നത്. അഥവാ അൽ മഖ്തൂലു മയ്യിത്തുൻ ലി അജലിഹി അല്ലെ ബി അജലിഹി. അപ്പോ ഇതാണ് സംഭവം. എല്ലാം തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹ ഫത്തഖുല്ലാഹ വജ്മിലു ഫിത്തലബ്. നിങ്ങൾ അന്വേഷണത്തിൽ അന്വേഷണമൊക്കെ ഭംഗിയായി നിർവഹിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നിങ്ങൾക്ക് കണക്കാക്കപ്പെട്ടത് അത് പൂർത്തീകരിച്ച് തന്നെ നിങ്ങൾ ഈ ദുനിയാവിന് വിട പറയുകയുള്ളൂ എന്ന് എനിക്ക് എന്റെ റൗഇൽ ഇട്ടു തന്നു എന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെയും ഹദീസ് ഉണ്ടാവാം, വഹി ഉണ്ടാവാം. വഹിയുടെ രൂപമാണ് വേറെ സ്വപ്നത്തിൽ എന്നുള്ളത് വേറെ, ഉറക്കത്തിൽ എന്നുള്ളത് വേറെ. ഉറക്കത്തിലും സ്വപ്നത്തിലും വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? മനാമ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മനാമ് എന്ന് പറയുന്നത് ഉറക്കത്തിലാണ് വഹി വരുന്നത്. പക്ഷെ പ്രവാചകന്മാരുടെ ഹൃദയം ഉണർന്നിരിക്കുമല്ലോ അല്ലേ? പ്രവാചകന്മാരെ ഇന്ന കുലൂബന ലാത്തനാം അല്ലെ ഇന്ന കുലൂബൽ അംബിയായി ലാത്തനാമോ, അംബിയാ മുർസലുകളുടെ ഹൃദയം ഉറങ്ങില്ല, കണ്ണേ ഉറങ്ങുകയുള്ളൂ. അപ്പം ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഉറക്ക സമയത്തും അവർക്ക് എന്ത് വരാം? വഹി വരാം. അത് സ്വപ്നത്തിൽ എന്നല്ല മനസ്സിലാക്കേണ്ടത്. സ്വപ്നത്തിൽ വേറെ, ഉറക്കത്തിൽ വേറെ. പിന്നെ സ്വപ്നത്തിലും സ്വപ്ന മുഖേനയും അവർക്ക് വഹിയുണ്ടാവാം. അതാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ തന്റെ മകനെ അറുക്കുന്നതായിട്ട് ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്ക്. അത് ശരിക്ക് സ്വപ്നത്തിൽ തന്നെയാണ്. റൊയ്യത്താണിത്, സ്വപ്നത്തിലുള്ള കാഴ്ചയാണത്, മനസ്സിലായില്ലേ? അപ്പോ ഉറക്കിന്റെ സമയത്ത് വഹിയുണ്ടാവാം. അതുപോലെ തന്നെ ഉറക്കിലുള്ള സ്വപ്നത്തിലൂടെയും വഹിയുണ്ടാവാം. അള്ളാഹുവിന്റെ റസൂലും അങ്ങനെ പല സ്വപ്നങ്ങളെ കണ്ടിട്ടുണ്ട്. സഹാബത്ത് മസ്ജിദുൽ ഹറാമിൽ കടക്കുമെന്നും തല മുടി മുണ്ടനം ചെയ്തുകൊണ്ടും വെട്ടിയവരായ നിലക്കും മസ്ജിദുൽ ഹറാമിൽ കടക്കുമെന്നുള്ള ആ വിശ്രുതമായ സ്വപ്നങ്ങളൊക്കെ പ്രവാചകന് പലതും കണ്ടിട്ടുണ്ട്. നുബുവത്തിന്റെ 6 മാസം മുമ്പ് ഫുൾ സ്വപ്നങ്ങളായിരുന്നു. നല്ല സൂര്യപ്രകാശം പോലെ അതായത് പുലർന്നു കാണുന്നതായ സ്വപ്നങ്ങളായിരുന്നു പ്രവാചകന്റെ നുബുവത്തിന് മുന്നോടിയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അള്ളാഹു താല അമ്പിയാക്കളെ മലക്കുകൾ മുഖേനയും ജിബ്രീൽ അലൈഹി സ്വലാം തന്നെ, മനസ്സിലായില്ലേ? അമീനുൽ വഹി ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന
അത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല അമ്പിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നത്. അത് വഹയിൽ ജലീ എന്നതിന് പറയാം. മനസ്സിലായില്ലേ? വഹി അൽ ജലീ. എന്നാൽ ഈ മേൽ പറഞ്ഞ രീതിയിലുള്ള വഹികളൊന്നും തന്നെ വഹി ജലിയല്ല. ഈ പറഞ്ഞത് മലക്ക് മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല അമ്പിയാക്കളെ പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കുന്നതിന് എന്തൊരു വഹി അൽ ജലീ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ പരിശുദ്ധ ഖുർആൻ എങ്ങനെ മാത്രമേ വന്നിട്ടുള്ളൂ? വഹി ജലിയായ നിലക്ക് മാത്രമേ പരിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളൂ. എന്നല്ലേ പറഞ്ഞു. ജലിയ വഹി എന്ന് പറഞ്ഞാല് മനുഷ്യരൂപത്തിലല്ല ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ ഇറങ്ങുമ്പോൾ മനുഷ്യരൂപത്തിലായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാനുഷിക അവസ്ഥയിൽ നിന്ന് മലക്കീയ അവസ്ഥയിലേക്ക് മാറിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ അതിനെ സ്വീകരിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ ഇതിന്റെ എതിരിൽ പിന്നെ ഈ ഭൗതികവാദികളൊക്കെ ഉന്നയിച്ച ചില ആരോപണങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അവർക്ക് ഭൗതികന്മാര് സാധാരണഗതിയിൽ അവരെന്ത് വിശ്വസിക്കുന്നില്ല? ഒരു അദൃശ്യ ശക്തിയിൽ അവർ വിശ്വസിക്കുന്നവരല്ല. അദൃശ്യതായത് ഇപ്പൊ ഈ കാണുന്ന കണ്ണുകൊണ്ടുള്ള കാഴ്ചക്കപ്പുറമുള്ള ഒരു പിന്നെ അദൃശ്യമായ ശക്തിയിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ? ആത്മീയമായ ശക്തിയിൽ അങ്ങനൊരു ഈ മാറ്ററിനപ്പുറം എന്ത് പിന്നെ പദാർത്ഥത്തിനപ്പുറം എന്തില്ല? ഒരു ആത്മീയമായ അദൃശ്യ ശക്തി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ എപ്പിസ്റ്റമോളജി എങ്ങനെയാണത്? അത് നമ്മൾ ശരിക്കും ഒന്ന് പഠന വിധേയമാക്കേണ്ടതാണിത്. താല്പര്യമുള്ള ആളുകളുടെ നമുക്കത് എടുക്കുകയും ചെയ്യാം ഇടയ്ക്കൊക്കെ. അത് ശരിക്കും നല്ലോണം ഒരു ഇപ്പോഴത്തെ പുതിയ ചിന്താഗതികളൊക്കെ നമുക്ക് മറുപടി പറയണമെങ്കിൽ അവരുടെ എപ്പിസ്റ്റമോളജി, അതായത് നദീരിയത്തുൽ മാരിഫ, അവരെങ്ങനെയാണ് അറിവിനെ സ്വീകരിക്കുക, അറിവായിട്ട് ഒരു അറിവിനെ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായിട്ട് അവർ എന്തിനെല്ലാം ആശ്രയിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നദീരിയത്തുൽ മാരിഫ എന്ന് പറയുന്നത്. അതായത് എപ്പിസ്റ്റമോളജി അവരുടെ എന്താണ്? അവരുടെ പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തൊന്നും അവർ സ്വീകരിക്കില്ല. അത് ശരിയാണോ തെറ്റാണോ? ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നദീരിയത്തുൽ മാരിഫയിൽ. ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട അഖീദയുടെ കിതാബാവുന്ന അഖായിദ് പിന്നെ ഷർഹുൽ അഖായിദിൽ ഒമാനയുടെ ഇമാം ഉമർ നസഫി തങ്ങളും ഉമർ തഫ്താസാനി തങ്ങളൊക്കെ വിഷയം ശരിക്കും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൽമിന്റെ അടിസ്ഥാനം, അറിവിന്റെ അടിസ്ഥാനം ഏതൊക്കെയാണ്? ഹവാസ് ഉണ്ട്, പിന്നെ കലാമിൽ എന്താണ് മാസൂമിന്റെ കലാം. അപ്പോ പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, അഖില് പഞ്ചേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ മാസൂമിന്റെ കലാം, പാപസുരക്ഷിതരുടെ കലാം, വഹി. അതന്നെ വഹി. അപ്പൊ ഇസ്ലാമിന്റെ എപ്പിസ്റ്റമോളജി അനുസരിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന ഉള്ളത് മാത്രമാണോ അറിവ് ലഭിക്കുക? ആണോ? പഞ്ചേന്ദ്രിയങ്ങൾ മുഖേനയാണോ അറിവ് ലഭിക്കുക? അല്ല. പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന അറിവ് ലഭിക്കും, ബുദ്ധി മുഖേനയും അറിവ് ലഭിക്കും. അതുപോലെ തന്നെ എങ്ങനെയും അറിവ് ലഭിക്കും? പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ വഹ്യ് മുഖേനയും അറിവ് ലഭിക്കും. എന്നാൽ ഈ അറിവ് ലഭിക്കുന്ന മാർഗങ്ങളായിട്ട് വെറും ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രമായി ഒതുക്കി നിർത്തിയതായിരിക്കുന്ന ഭൗതികന്മാര് അവർ സ്വാഭാവികമായിട്ട് ഏത് നിഷേധിക്കും? വഹി എന്നുള്ള ആ പ്രതിഭാസത്തെ അവർ നിഷേധിക്കും. അപ്പൊ നമുക്ക് അവരുമായിട്ടുള്ള ചർച്ച തുടങ്ങേണ്ടത് എവിടുന്ന? നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തന്നെ ഭൗതികവാദികളും ഒക്കെ തന്നെ അവരുമായിട്ട് നാം ചർച്ച തുടങ്ങേണ്ടത് അവരുടെ നദീരിയത്തുൽ മാരിഫ എപ്പിസ്റ്റമോളജിയെ കുറിച്ചാണ്. നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് അറിവ് സ്വീകരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മാർഗങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ള ആദ്യം ചർച്ച വിധേയമാക്കേണ്ടത്. എന്നിട്ട് അതിൽ തുടങ്ങിയതിന് ശേഷം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പവും അതിൽ തീരുമാനമായി കഴിഞ്ഞാൽ ഏതെല്ലാവട്ടെ. അപ്പോ ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് വഹ്യ് എന്നുള്ളതും അറിവിന്റെ ഒരു വസീലയാകുന്നു എന്നല്ല, ഏറ്റവും പിഴവ് സംഭവിക്കാത്ത, ഒരിക്കലും അബദ്ധം സംഭവിക്കാത്ത ഒരൊറ്റ മാർഗം, ഒരൊറ്റ വഴി, അത് ഏത് മാത്രമാകുന്നു? വഹി മാത്രമാകുന്നു. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കാം?
നമ്മുടെ കാഴ്ചയിൽ നമുക്ക് പിഴവ് സംഭവിക്കാം, നാം കേട്ടതിൽ പിഴവ് സംഭവിക്കാം, നാം മനസ്സിലാക്കിയതിൽ പിഴവ് സംഭവിക്കാം, നാം തൊട്ടറിഞ്ഞതിൽ പിഴവ് സംഭവിക്കാം, എല്ലാത്തിനും പിഴവ് സംഭവിക്കാം, ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചതിലും പിഴവ് സംഭവിക്കാം. പക്ഷേ വഹയിൽ എന്തില്ല, പിഴവ് സംഭവിക്കില്ല. കാരണം അത് മൂഹി ആരാകുന്നു? അള്ളാഹു ആകുന്നു. മൂഹ ഇലഹി ആരാകുന്നു? പ്രവാചകന്മാരാകുന്നു. അവർ മാസൂമിങ്ങളാണ്. പ്രവാചകനാണോ? മാസൂമാണ്. ആരാണത് കൊണ്ടുതരുന്ന ആള്? മലക്കാണ്. ഇന്നഹു ഖൗലു റസൂലിൻ കരീം മുതാഇൻ സമ്മ അമീനാണ്, വിശ്വസ്തനാണ്. അവർ കൊണ്ടുവരുന്ന ആൾ വളരെ വിശ്വസ്തൻ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. കൽപ്പനയ്ക്ക് എതിരി കാണിക്കാത്തതായ പാപസുരക്ഷിതരായ മലക്കുകളാണ് അത് കൊണ്ടുവരുന്നത്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൊണ്ടുവരുന്നത്. ഇറക്കുന്നത് അള്ളാഹുവാണ്. മൂഹ ഇലൈഹി പ്രവാചകനാണ്. അതുകൊണ്ട് മറ്റുള്ളതായിരിക്കുന്ന അറിവിന്റെ മാർഗങ്ങളിലെല്ലാം പിഴവ് സംഭവിക്കാമെങ്കിലും ഏതിൽ പിഴവ് സംഭവിക്കില്ല? വഹയിൽ പിഴവ് സംഭവിക്കില്ല. അത് നാം മനസ്സിലാക്കി. എന്നാൽ ഇവിടെ ഇവർക്ക് അവരുടെ ഈ വിഭാഗത്തിന്റെ നിരീശ്വരവാദികളുടെ ഭൗതികവാദികളുടെ നിലപാടെന്താണ്? അവർക്ക് തജ്രീബത്ത് മുഖേന മനസ്സിലാക്കിയ കാര്യമല്ലാതെ അല്ലെങ്കിൽ അവരെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ബുദ്ധിയിലൂടെ മനസ്സിലാക്കിയ കാര്യമല്ലാതെ അവർ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വഹി എന്ന് പറയുന്നതായ പ്രതിഭാസത്തെ ഭൗതികമായിട്ട് അവർ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം എങ്ങനെയൊക്കെയാണ്? ആ ശ്രമം അവർ പറഞ്ഞതെന്താ? ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദ്ദേഹം കണ്ടു കേട്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ളത് ഞങ്ങൾക്ക് എന്തില്ല, സംശയമൊന്നുമില്ല. ഒരു വീക്ഷണമാണ് അവർ പ്രചരിപ്പിക്കുന്ന ഒരു ശുഭത്ത്, ഒരു സംശയമാണിത്. ഇത്രാൾ എന്താ? പ്രവാചകൻ കണ്ട് കേട്ട് എന്ന് ഒക്കെ പറയുന്നതിൽ ശരിയായിരിക്കാം, ഞങ്ങൾ സംശയമൊന്നുമില്ല. പക്ഷേ അതിന്റെ കുറവിടം അത് അബോധികമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കില്ല. അതിന്റെ ഉറവിടം എന്താണെന്ന് വിശ്വസിക്കൂല. അബോധികമായ ഒരു ശക്തി അതിന് പിന്നിലുണ്ട് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിനെന്ത് ചെയ്യാൻ സാധിക്കൂല, വിശ്വസിക്കാൻ സാധിക്കൂല. ഇത് ഒരു തരം കാനേശുമാരി മുസ്ലിമീങ്ങൾക്ക്, ദേശീയ മുസ്ലിങ്ങളൊക്കെ പറഞ്ഞ ചില മുസ്ലിങ്ങളുണ്ടല്ലോ, വെറും ദേശീയ മുസ്ലിങ്ങൾ. ചിലപ്പോൾ ദേശീയ മുസ്ലിങ്ങൾ നല്ലവരുണ്ടാവട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള അങ്ങനെയുള്ള പല ആളുകളൊക്കെ ഉണ്ട് നോക്കുക. പക്ഷേ കാനേശുമാരി മുസ്ലിമുകൾ, ഭൗതികവാദികൾക്ക് ചൂട്ടുപിടിക്കുന്ന, അവരിൽ അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചു പോലായിരിക്കുന്ന ചില മുസ്ലിമീങ്ങളും ഇത്തരം ചിന്താഗതിക്കാരാണ് എന്നുള്ളതാണ് അത്ഭുതം. അവരെന്താ പറയുന്നത്? വഹീന്റെ അടിത്തറ എന്ന് പറയുന്നത് അത് അദൃശ്യ ലോകത്ത് നിന്ന് ഒരു വസ്തു വന്നിട്ട് അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുനിന്ന് ഒരു ആത്മീയമായ ശക്തി അത് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് അതെന്തെങ്കിലും ഓതിക്കൊടുത്തതല്ല വഹി എന്ന് പറയുന്നത്. അതെന്താണ്? അത് ഭൗതികമായിട്ട് തന്നെയാണ് ഇതിനെ വിശദീകരിക്കേണ്ടത്. വഹീനെയും ഭൗതികമായിട്ട് തന്നെ വിശദീകരിക്കണം എന്ന് ക്ഷണിക്കുന്ന ആളുകളുണ്ട്. അവർ പറഞ്ഞെന്താ? പ്രവാചകനിലേക്ക് അല്ലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെടുന്ന വഹയൊക്കെ തന്നെ അത് പുറമെ നിന്ന് വരുന്നതല്ല, അത് പ്രവാചകന്റെ അന്തരാളത്തിൽ നിന്ന് വീഞ്ഞൊഴുകുന്നതായ ചിന്താധാരയായിരുന്നു. എന്താണ്? പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായ ഉൾവിളിയായിരുന്നു, ചിന്താധാരയായിരുന്നു. അത് പുറത്തുനിന്ന് വന്ന ഒരു സംഭവ വികാസമല്ല അത്. കാരണം അങ്ങനെ ഒരു പുറമില്ല. ഇവരെ നദരിയത്തിലും ആരിഫയിൽ, ഇവരെ എപ്പിസ്റ്റമോളജിയിൽ ഏത് മാത്രമേ ഉള്ളൂ? നമ്മുടെ സൃഷ്ടി ഗോചരങ്ങൾക്ക്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്നതല്ലാതെ, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാകുന്നതല്ലാതെ അതിന്റെ അപ്പുറത്തുള്ളതായിരിക്കുന്ന ഒന്ന് അവർക്ക് ചിന്തനീയമായതുകൊണ്ട് തന്നെ അവർ ഇതിനെ ഭൗതികമായി വിശദീകരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പം പുറമെ നിന്ന് വന്നതല്ല, അത് കാന യുഫീദു മിൻ നഫ്സിൻ നബിയിൽ മൂഹാ ഇലൈഹി, വഹി ലഭിക്കുന്ന ആയ ആ പ്രവാചകന്റെ അന്തരാളത്തിൽ നിന്ന് വീഞ്ഞൊഴുകുന്നതായ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉത്ബോധനങ്ങളായിരുന്നതെല്ലാം. ശുദ്ധമായ പ്രകൃതി, ശുദ്ധമായ ആ ശരീരം, ഹൃദയം, തന്റെ വിശ്വാസം അതിൽ നിന്നൊക്കെ കൂടി ഉടലെടുത്തതാകുന്നു. മാത്രമല്ല തന്റെ ചുറ്റുപാടിൽ നടമാടിക്കൊണ്ടിരുന്നതായ വിഗ്രഹാരാധനയെയും വളരെ മോശപ്പെട്ടതായിരിക്കുന്ന സമ്പ്രദായങ്ങളെയും പാരമ്പര്യമായ
കാര്യങ്ങളെയൊക്കെ തന്നെ അതിനോടുള്ള ആയിരിക്കുന്ന വെറുപ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീർന്നതായ ചില എന്താകുന്നു, ഉത്ബോധനങ്ങളാകുന്നു, ഒരു ഉൾവിളിയാകുന്നു വഹി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് അദ്ദേഹം കാണും പോലെ തോന്നുകയാണ്, കേൾക്കും പോലെ തോന്നുകയാണ് എന്നൊക്കെ അവര് പ്രചരിപ്പിക്കാൻ തുടങ്ങി. സഹോദരന്മാരെ, ഇതാണ് ഇപ്പൊ അവരുടെ മൊത്തത്തിലുള്ള ഒരു വാദം. അതായത് വഹി നഫ്സി എന്നതിന് പറയാം. അതായത് ഉള്ളിൽ നഫ്സിൽ നിന്ന് തന്നെയാണ്, അത് പുറത്തുനിന്നുള്ള ഒരു ശക്തിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ജിബിരിയിൽ ഒരു മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലുള്ളതല്ല എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ നോക്കാം സഹോദരന്മാരെ. എന്താണ് ഇവർ പറയുന്നത്? നമ്മുടെ വീക്ഷണം അനുസരിച്ചുകൊണ്ട് വഹി എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ആ വഹി എന്നുള്ളത് എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് വഹി എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ വന്നത്? നമ്മൾ മുമ്പ് ഇങ്ങനെ ഒരു വഹീനെ കുറിച്ചിട്ടുള്ളായിരിക്കുന്ന, അതായത് അറബികളോ മറ്റുള്ളവർ വഹീനെ കുറിച്ചുള്ളായിരിക്കുന്ന ഒരു സംഭാഷണം അവരുടെ സംസാരത്തിൽ കാണില്ല. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയത് സഹീഹായിരിക്കുന്ന ഹദീസുകളിൽ നിന്നാണ്, അല്ലെ? വഹി എന്നുള്ളത് കാരണം അന്ന് വരേക്കുള്ളത് നമ്മൾ പറഞ്ഞില്ല, നദിരിയത്തുൽ മാരിഫ എന്ന് പറയുന്നതായ, എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നതായ അറിവ് എങ്ങനെയാണ്, ഏത് മാധ്യമങ്ങൾ മുഖേനൊക്കെയാണ് അറിവ് ലഭിക്കുക, അറിവ് എന്ന് പറയാൻ പറ്റുന്ന കാര്യം നമുക്ക് ലഭിക്കുന്നത് എന്തെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് എന്ന് പറയുന്നതായ ആ മാധ്യമത്തിൽ എന്തുണ്ടായിരുന്നില്ല? വഹി എന്നുള്ള ഒന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, നമുക്കതിനെക്കുറിച്ച് ലഭിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ്. അവിടത്തേക്ക് വന്ന ആ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളിലേക്ക് മുത്തവാത്തിർ നൽകി എത്തിയതായിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലൂടെയാണ് വഹീനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. പ്രവാചകന്റെ സീറയിൽ നിന്നാണ് നമുക്കത് ലഭിക്കുന്നത്. ശരിയാ സഹിഹായിരിക്കുന്ന സുന്നത്തുകളിൽ നിന്നാണ് നമുക്കത് ലഭിച്ചിരിക്കുന്നത്. ഈ പറയപ്പെട്ടതായിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ചരിത്രത്തിലൂടെയും ശരിയായ ഹദീസുകളിലൂടെയും നമുക്ക് ഇത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചിന്തയിലും അതുപോലെ തന്നെ എതിരാളികളുടെ ചിന്തയിലും എന്തിനെക്കുറിച്ച് ഒരു ചർച്ച തന്നെ ഉണ്ടാവില്ല, വഹീനെ കുറിച്ചുള്ള ചർച്ച തന്നെ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഖുർആനിൽ അങ്ങനെ വഹി എന്നുള്ളതായിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, അങ്ങനെ ഒരു പ്രതിഭാസത്തെ കുറിച്ച് എന്ത് സംസാരിക്കുന്നുണ്ട്. പ്രവാചകന്റെ ചരിത്രത്തിലും അങ്ങനെ കാണുന്നുണ്ട്. സഹീഹായിരിക്കുന്ന ഹദീസുകളിൽ എന്ത് കാണുന്നുണ്ട്? ഈ വഹീനെ കുറിച്ച് കാണുന്നത് കൊണ്ടാണല്ലോ നമ്മളും നമ്മുടെ എതിരാളികളും ആ വിഷയം വിഷയമാക്കിയത് തന്നെ. ഇങ്ങനെ ഒരു പദം അതിലില്ലെങ്കിൽ എന്തുണ്ടാവില്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ നടക്കൂല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മുടെ അടുക്കലും ഇല്ല, എതിരാളികളുടെ അടുക്കലും ഉണ്ടാവില്ല, ഒരു ചർച്ചാ വിഷയത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ഒരു പദം, ഇത് വഹി എന്ന് പറയുന്നതായ അത് സംഭവം ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എന്താ അംഗീകരിക്കാൻ കാരണം? അതിന്റെ തെളിവ് ചരിത്രമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ, സഹീഹ ഹദീസിലൂടെ, സീറത്തുൻ നബവിയിലൂടെ ഒക്കെ വന്നതായിരിക്കുന്ന ആ ചരിത്രമാണ്. ആ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ വഹി എന്ന് പറയുന്ന വിഷയം അവർ മനസ്സിലാക്കുന്നതും അതിനെ അവർ ചർച്ച വിധേയമാക്കിയതും. അതിന്റെ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്നത് വഹീന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ബുഖാരിമാ ഉദ്ധരിച്ചായിരിക്കുന്ന ഹദീസിലുള്ള വഹീന്റെ പ്രാരംഭത്തെ ഒരുക്കുന്ന ഹദീസാണ്, അല്ലേ? നമുക്കറിയാം വഹീനെ കുറിച്ച് പറയുന്ന ചില ഹദീസുകളുണ്ടല്ലോ, അല്ലേ സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബുഖാരിമാ ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ്, അവ്വലു മാ ബുദിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ റുഅ്യ സാലിഹത്തു ഫിന്നൗം فكان لا يرى رؤيا الا جاءت مثل فلق الصبي ثم حبب اليه الخلاء وكان يخلو بغار حراء فيتحنث فيه الليالي ذوات العدد قبل ان ينزغ الى اهله ويتزود لذلك. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് എവിടേക്ക് പോയിരുന്നു? ഗാർ ഹിറായിൽ പോയി ഏകാന്തവാസം ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കും. എന്നിട്ട് വീണ്ടും അഹലുകാരിലേക്ക് ഇറങ്ങി വരും, വീണ്ടും ഭക്ഷണം ശേഖരിക്കും, വീണ്ടും കയറിപ്പോകും.
ഇങ്ങനെയാണ് ഹദീസിലൊക്കെ കാണുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം പറയട്ടെ. ഗാർ ഹിറ ഖദീജ റളിയല്ലാഹു തആല അൻഹ കയറിയിരുന്നു, റസൂലുള്ളാഹിക്ക് പിന്നെ ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന വെച്ചാൽ ഗാർ ഹിറായില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഞാൻ കയറിയിട്ടുണ്ട്, കുറച്ച് കയറാൻ മാത്രം ഉണ്ടാണ്. അതില് പിന്നെ അള്ളാഹുവിന്റെ റസൂല് കയറി ചെന്നുകൊണ്ട് അവിടെ ഹൽവത്തിൽ ഇരിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങി വരും, വീണ്ടും ഭക്ഷണമായി കയറിപ്പോകും. ഇങ്ങനെയാണ് ബുഖാരിന്റെ ഹദീസിനൊക്കെ. ഇപ്പൊ ഏതെങ്കിലും ചരിത്രത്തിൽ ഉണ്ടായിക്കൂടായെന്നില്ല. ഖദീജ ബീവി ഗാർ ഹിറ കയറിയിരുന്നു എന്നുള്ളത് കണ്ട ഉസ്താമാരുണ്ടെങ്കിലും ഒന്ന് അറിയിച്ചാൽ പിന്നെ ഉപകാരമായിരിക്കും എന്നുകൂടി സന്ദർഭത്തിൽ പിന്നെ അറിയിക്കുക. ഏതായാലാവട്ടെ, അപ്പൊ നമ്മുടെ ചരിത്രത്തിലും മുസ്ലിമീങ്ങൾ വഹീനെ കുറിച്ച് കേട്ടത് പരിശുദ്ധ ഖുർആനുടെ പ്രത്യേകിച്ച് ബുഖാരിമ ഉദ്ധരിച്ചായിരിക്കുന്ന ഇത്തരം ഹദീസിലൂടെ ഒക്കെ തന്നെയാണ് അല്ലേ. അതിലെന്താ ഇതേ പിന്നെ ഖദീജ ബീവി ഗാർ ഹിറായിലേക്ക് പിന്നെ ഖദീജ ബീവി കയറി ചെന്നിരുന്നു, റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തിരുന്നു എന്നുള്ളത് എങ്ങനെ തെളിവുണ്ടോന്നാ മുസ്ലിമിന്റെ ബുഖാരിയിലൊക്കെ ഉള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാർ ഹിറയിലേക്ക് കയറി അവിടെ ഖൽവത്തിലിരിക്കും, ഭക്ഷണം കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് ഇറങ്ങി വരും, വീണ്ടും ഭക്ഷണം ശേഖരിച്ചിട്ട് വീണ്ടും തിരിച്ചു പോകുന്നുള്ളതാ. അങ്ങനെയാണ് ആയിഷാബിന്റെ ഹദീസിലൊക്കെ ഉള്ളത്. ഇനി ഖദീജ ബീവി തന്നെ കയറി പോയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് അടിസ്ഥാനം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ബാക്കി വിചാരി സ്ഥാപനോട് പറഞ്ഞതാണ്. അപ്പൊ അതല്ലാവട്ടെ. അപ്പൊ ചുരുക്കം പറയാണ്ടെങ്കിൽ പിന്നെ മുസ്ലിം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് ആണ് പ്രഥമമായിട്ട് നമുക്ക് എന്ത് പറയുന്നുള്ളത്, വഹിയുമായിട്ട് അല്ല അത് ഉറപ്പിച്ചാൽ മതി, നമുക്ക് അങ്ങനെ ഉറപ്പിച്ചാൽ മതി. പക്ഷെ ഈ ഗാർ ഹിറ കയറുമ്പോ ഖദീജ ബീവി ഈ കുന്നായിരുന്നു, ഈ കുന്ന അല്ല വേറെ ഉണ്ടായിക്കൂടാല്ലൊന്നുമില്ലല്ലോ, ഈ കുന്നാണ് ഖദീജ ബീവി കഷ്ടപ്പെട്ടുകൊണ്ട് കയറിയത് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച് വരുന്നുണ്ട് പലരും. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിവരമുള്ള ആളുകൾ തന്നെ. അപ്പൊ അതിനായിട്ട് തെളിവും കൂടി കാണണം എന്നുള്ളതാണ്. നമുക്കത് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആയിഷാബീവിന്റെ ഉദ്ധരിച്ച ഹദീസിൽ റസൂൽ അങ്ങോട്ട് കയറി പോയിരുന്നു. ഇനി വേറെ ഏതെങ്കിലും ഹദീസിൽ ഇടക്ക് ഖദീജ ബീവിയും കയറി പോയിരുന്നു എന്ന് ഉണ്ടെങ്കിൽ അത് അറിയാലോ. ഇപ്പോൾ നമ്മൾ കണ്ടിടത്തോളം ഉറപ്പിച്ച ബുഖാരിൽ ഹദീസിലുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പിന്നെ പോവായിരുന്നു, ഭക്ഷണം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിപ്പോരും എന്നുള്ളതാണ്. അതിനപ്പുറത്തെ മറ്റ് റിപ്പോർട്ടുകളിൽ വേറെ കൂടി വരികയാണെന്നുണ്ടെങ്കിലും സ്വീകരിക്കാലോ. ഹദീസിന്റെ കാര്യം ഇങ്ങനെയാണല്ലോ, ഒന്നും തന്നെ ഉറപ്പിക്കണമെന്നില്ല. അങ്ങനെ ഒന്ന് പ്രചാരത്തിൽ വരാൻ കാരണം എന്തെങ്കിലും എവിടെങ്കിലും തെളിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് അത്ര പോട്ടെ. അപ്പൊ നമ്മളൊക്കെ ഈ വഹീനെ കുറിച്ച് കേൾക്കുന്നത് ഇത്തരം സ്രോതസ്സുകളിലൂടെയാണ്. എന്നാൽ നമ്മുടെ എതിരാളികൾ എന്താ ചെയ്തത്? അവർ ചരിത്രത്തിലൂടെ, പ്രവാചക ചരിത്രത്തിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ സഹിഹാരിക്കുന്ന ഹദീസിൽ നിന്നും വഹീ എന്നുള്ളതിനെ അവർ അംഗീകരിച്ചു, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. എന്നാൽ ആ ചരിത്രത്തിൽ എന്താണ് അതിന്റെ തുടക്കമെന്നും എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അവർക്ക് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും പുറമെയായിട്ട് ഒരു വഹി മുഖേനയും അറിവ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു സ്രോതസ്സിനെ കുറിച്ച് കൂടുതൽ കേട്ടപ്പോൾ ആ സംഗതി അവർ എന്ത് ചെയ്തു? മനസ്സിലാക്കി. അങ്ങനെ സംഭവം ഉണ്ടെന്ന് അവർ മനസ്സിലായി. എന്നാൽ ആ സംഭവം എങ്ങനെയായിരുന്നു തുടങ്ങിയത്, എങ്ങനെയായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ എന്നുള്ളതും കൂടി യഥാർത്ഥത്തിൽ നാം ഏതൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? പക്ഷേ അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. ഒരു ശരിയായ ചിന്തകന്മാരാണെങ്കിൽ, ശരിയായ ഗവേഷകന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് എവിടുന്നാണ് അറിവ് ലഭിച്ചത്, അവർ തന്നെ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു കൂടി നോക്കേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധന്മാരായിരിക്കുന്ന ഗവേഷകന്മാരുടെ അവർ സ്വീകരിക്കേണ്ട നിലപാടിതാണ്. പക്ഷെ അവർ ഈ പറയപ്പെടുന്ന ഭൗതികവാദികൾ വഹി എന്ന് പറയുന്ന പ്രതിഭാസത്തെ അവർ ചരിത്രം നോക്കി മനസ്സിലാക്കുകയും എന്നിട്ട് സ്വന്തമായ നിലയ്ക്ക് അതിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശരിയല്ല. ഒക്കെ ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളെ ക്ലാസിന്റെ ഇതൊക്കെ പോകും ഇൻഷാ അല്ലാഹ്. ദ്വാരക്കാനും പറയാനുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും അതിൽ 5 PM ചെയ്ത്. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ ഇത് വരും. പിന്നെ ആരാണ് ഈ വിഷയമാണ് അല്ലേ? ഉംറക്ക് പോയപ്പോൾ
ICF ഉസ്താദ് പറഞ്ഞിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ കയറിയിരുന്നു. അതന്നെ പറഞ്ഞത്. അതെ അതെ. അപ്പൊ ഈ വിഷയം ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒന്ന് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ തെളിവുകൾ ഞാൻ കണ്ടിട്ടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ല എന്ന് പറയാൻ കഴിയൂല. വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം ഒരു പക്ഷെ. ഉണ്ടെങ്കിൽ അത് കിട്ടിയാൽ തിരക്കട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഹദീസിൽ ബുഖാരിയുടെ ഹദീസിലൊക്കെ കാണുന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയായിരുന്നു പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയിരുന്ന ഭക്ഷണം ശേഖരിച്ചു വന്നിരുന്നത് എന്നുള്ളതായിരുന്നു മനസ്സിലാകുന്നത്. അല്ലാഹു അലം. പിന്നെ അപ്പൊ ഏതായാലാവട്ടെ. പിന്നെ അപ്പോ ചരിത്രകാരൻ പറയുന്നത് ഈ ഭൗതികവാദികൾ എന്താ ചെയ്യുന്നത്? വഹി എന്ന് പറയുന്ന ആ പ്രതിമാസത്തെ അവർ അംഗീകരിക്കുകയും എന്നാൽ അതിനെക്കുറിച്ച് കൊണ്ട് എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാതെ സ്വന്തമായ നിലയ്ക്ക് അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണ് അവർക്ക് പറ്റിയ അബദ്ധം. നോക്ക് സഹോദരന്മാരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ പിന്നെ ആ രൂപങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ചല്ലോ പിന്നെ ഉദ്ധരിച്ചല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹ സംഭവം പറഞ്ഞതായിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ട സന്ദർഭത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് ഇഷ്ടമുള്ളതാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് വലിയ മഹബത്തുള്ള അള്ളാഹുവിന്റെ ഹബീബാണ്. നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ ഹബീബാണ്. ആ ഹബീബിന്റെ ബഹിമ പ്രകടനം യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാവേണ്ടത്? ഹൃദയത്തിൽ ശാന്തിയും സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. പേടിക്കാതെ ഭയപ്പെടാതെ കണ്ടിട്ടുള്ള ഒരു രംഗമായിരുന്നു ഏതനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് വേണ്ടത്. ഈ നോക്കണം, മനസ്സിലാക്കണേ, അള്ളാഹുവിന്റെ ഓരോ ഹിക്മത്തുകൾ അവനോ പ്രവർത്തിക്കുന്ന അവന്റെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള ഹിക്മത്തുകൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രവാചകനോട് വലിയ ഇഷ്ടമാണ്. ആ പ്രവാചകന്റെ ഹൃദയത്തെ സ്ഥൈര്യപ്പെടുത്തലും ശക്തിപ്പെടുത്തലും അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള കാര്യമാണ്. ഭയപ്പെടാത്ത രീതിയിൽ മലക്ക് വന്നുകൊണ്ട് ഒരു ശരിയായ നല്ല അന്തരീക്ഷത്തിൽ മലക്കുമായിട്ടുള്ള സന്ധിയും സംഭാഷണമൊക്കെ അല്ലാഹു തആലക്ക് സംഘടിപ്പിക്കാമായിരുന്നു അല്ലേ സഹോദരന്മാരെ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആദ്യമായിട്ട് കാണുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെട്ടതും ഓതാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചുകൂട്ടിയതും അങ്ങനെ 3 പ്രാവശ്യം അണച്ചുകൂട്ടി പിന്നെ ഓതാൻ പറയുകയും ഈ സംഭവങ്ങളൊക്കെ എന്താണ് ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി അറിയിക്കുന്നുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ ഒരു അപരിചിതത്വം അല്ലേ? ഇവിടൊക്കെ ഒരു അപരിചിതത്വം. എന്താണിത്? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂല് ആദ്യമായിട്ട് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹുന്റെ റസൂല് കണ്ടതെന്താ? അള്ളാഹു തആലക്ക് ആദ്യം തന്നെ ഒരു മറക്ക് പിന്നിലേക്ക് സംസാരിച്ചുകൂടായിരുന്നോ? ആളെ കാണാതെ കണ്ട് തന്നെ എന്തിനാണ് ഈ ഒരു രൂപത്തിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഗാർ ഹിറായിൽ വന്നുകൊണ്ട് അതേ രൂപത്തിൽ അള്ളാഹുന്റെ റസൂലിനോട് സംസാരിച്ചത്? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ പേടിയും പിന്നെ വിഹലതയും പിന്നെ അതുപോലെ തന്നെ ബേജാറൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുത്തത് എന്തിനാണ്? അള്ളാഹുവിന്റെ സ്നേഹമൊക്കെ പരിഗണിക്കുമ്പോൾ ഇത്തരം ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്നേഹസമൃദ്ധമായ നല്ല ഹൃദയത്തിന് സ്ഥൈര്യം ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ വഹീന്റെ തുടക്കമാവാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആവാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല വഹീന്റെ തുടക്കമുണ്ടായത്. വഹീന്റെ തുടക്കം നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ ഗാർ ഹിറായിൽ ഖൽവത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു അജ്ഞാത ശക്തി അവിടേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇതിനു മുമ്പ് ആ ശക്തിയെ കണ്ടിട്ടില്ല, ആ ശക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ല. കാരണം ഒരു ഗ്രന്ഥം വായിക്കുകയും ഒരു ഗ്രന്ഥം പിന്നെ എഴുതുകയോ ഒന്നും വായിക്കാനും എഴുതാനും ഒന്നും അറിയാത്ത പ്രവാചകന് ഈ ഒരു അജ്ഞാത ശക്തി, ഒരു അബോധിക ശക്തി തന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരമാണ് കേൾക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വാഭാവികമായിട്ടും ഭയപ്പെട്ടു, ഹൃദയം പിടച്ചു, പേടിച്ചു. മാനബിക്കാരി, ഞാൻ ഓത്തുകാരനല്ല. അപ്പോൾ വന്ന അബോധികമായ ശക്തി പ്രവാചകനെ പിടിച്ചണച്ചുകൂട്ടി, ശക്തമായിട്ട് അണച്ചുകൂട്ടി വേദനിപ്പിച്ച് വീണ്ടും പിടുത്തം വിട്ടുകൊണ്ട് വീണ്ടും ഇഖ്റ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലെ? 3 പ്രാവശ്യം സംഭവിച്ചു. പ്രവാചകൻ ആകെ ഭയന്നു. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇന്നി ഖശീതു അലാ നഫ്സി. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
പേടിച്ചുകൊണ്ട് എവിടേക്ക് ഇറങ്ങിച്ചെന്നാ പറഞ്ഞത്? ഖദീജ ബീവിന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്? യർജുഫു ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജുഫു ഫുആദു, തന്റെ ഹൃദയം പിടച്ചുകൊണ്ട് ബേജാറായും കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് മടങ്ങി വന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? സമ്മിലൂനി സമ്മിലൂനി, എന്നെ പൊതച്ചുകൊണ്ട് ഖദീജ, എന്നെ പൊതച്ചുകൊണ്ടാ, എനിക്ക് പേടിച്ച് വിറച്ച് എനിക്ക് പനി വരുന്നുണ്ട്. വസമ്മലൂഹു ഹത്താ ദഹബ അൻഹു റഊ, പേടി അങ്ങ് പോകുന്നത് വരെ പൊതച്ചിങ്ങോട്ട് ശരിക്കാട് പൊതച്ചു കൊടുത്തിട്ട് ആ കണ്ട ആ കാര്യം ആ ഭയമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്ത് പിന്നെ അപ്പൊ എന്ത് റസൂൽ പറഞ്ഞത്? ഇന്നി ഖശീതു അലാ ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്, ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്താ അത്? ഏതെങ്കിലും പിശാചാണോ? പിശാചുക്കളെ കുറച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഏതെങ്കിലും പിശാചായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ജിന്നുകളോ പിശാചുക്കളൊക്കെ ആയിരിക്കാം ഈ വന്നത് എന്നുള്ള രീതിയിൽ അതായിരിക്കുമെന്ന് പേടിച്ച് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഖദീജ ബി സമാധാനിപ്പിച്ചു, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദൻ, അള്ളാഹു നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. കാരണം നിങ്ങൾ ഇവിടെ ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അള്ളാഹു നിങ്ങൾ ഒരിക്കലും വെറുതെ ആക്കൂല, വിടുകയില്ല. ഇന്നക ലതസിലുർ റഹ്മ വതഹമിലുകല്ല വതക്സിബുൽ മഅദൂമ വതഖിറുൽ ലൈഫ, അതിഥികളെ സ്വീകരിക്കുന്നു, ഇല്ലാത്ത നിങ്ങൾ പിന്നെ അവന് നൽകുന്നു. അതുപോലെ പ്രയാസങ്ങൾ, മറ്റുള്ളവർക്കുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾ പിന്നെ സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ നന്മ ചെയ്തു കൊടുക്കുന്നു. എന്തെങ്കിലും വിഷയങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ ഓടിയെത്തുന്നു. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല എന്ന് പറയുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. സഹോദരന്മാരെ, ശരി. എന്നിട്ട് എന്ത് ചെയ്ത്? എന്നിട്ട് അതിന് ശേഷം ആരാണ് കൂട്ടിക്കൊണ്ടായത്? ആരവനെ? ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് തന്റെ എളാപ്പയുടെ മകൻ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന വൃദ്ധനായ, അറബികളിൽ നിന്ന് അന്ന് ഇതിനെ ക്രിസ്തുമതം സ്വീകരിച്ച് ഹിബ്രു ഭാഷ എന്നൊക്കെ അറബിയിലേക്ക് വിവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ആരെ കണ്ടിട്ടില്ല? ഈ വറഖത്ത് ഇബ്നു നൗഫലിനെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ അതിലൊക്കെ എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഹിക്മത്തുകൾ വെച്ചിട്ടുണ്ട്. ചില ഹിക്മത്തുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ എത്രത്തോളം എന്ന് പറഞ്ഞാല്, പിന്നെ ഈ വഹീന്റെ ശേഷം പിന്നെ കുറച്ചു കാലം വഹി ഇല്ലാതായി. പിന്നെ കുറച്ചു കാലം വഹി മുറിഞ്ഞുപോയി. ഒരുപാട് കാലം വഹി മുറിഞ്ഞുപോയി. അള്ളാഹുന്റെ റസൂല് വഹി മുറിഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂലിന് ബേജാറായി. ബേജാറായി. എന്താണ് ആ വന്നത്? കാരണം വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് പോയിട്ട് വിവരം പറഞ്ഞ തിൽക്കൻ നാമൂസല്ലത്തി ജഅല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വന്ന പിന്നെ വൃത്താന്തം തന്നെയാണ്, അല്ലെങ്കിൽ ആ നന്മയുടെ ദൂരം തന്നെയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ജിബ്രീലാണ് വന്നത് എന്നുള്ള സന്തോഷ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോഴാണ് എന്ത് സമാധാനം? അത് അള്ളാഹുവിന്റെ റസൂലിന് ജിബ്രീലാണെന്നും അള്ളാഹുവിനൊക്കെന്നുള്ള നിർദ്ദേശമാണെന്നും. തുടക്കത്തിൽ എങ്ങനെയാണ്? തുടക്കത്തിൽ അള്ളാഹുത്തല ഇങ്ങനെ ഇത്തരം ഒരു അവസ്ഥയാണ് അള്ളാഹുത്തല പിന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? എതിരാളികളുടെ നാവ് മുറിക്കാൻ, അവരുടെ വാദങ്ങൾക്ക് മറുപടിയായി കിട്ടാൻ, ഒരു വിരോധിയും ഒരു ഭൗതികവാദിയും ഒരു നിരീശ്വരവാദിയും ഒരു യുക്തിവാദിയും വഹി എന്നുള്ളതായിരിക്കുന്ന പ്രതിഭാസത്തിനെ എതിർക്കാൻ അവർക്ക് ന്യായമുണ്ടാവരുത്. ബുദ്ധിപരമായ അള്ളാഹു കൊടുത്ത ഖാലിസായ ബുദ്ധി ഉപയോഗിച്ചു ചിന്തിക്കുന്നവർക്ക് ഇതിൽ യാതൊരു സംശയം ഉണ്ടാവാത്ത രീതിയിലാണ് ഈ സാഹചര്യങ്ങൾക്ക് അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് വാദമനുസരിച്ചുകൊണ്ട് സഹോദരന്മാരെന്താ, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കുറെ വർഷം അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ ഇങ്ങനെ ഗാർ ഹിറായില് തന്റെ ചുറ്റുപാടിലായിരിക്കുന്ന വൃത്തിഹീനമായ അല്ലെങ്കിൽ പിന്നെ അന്ധവിശ്വാസങ്ങളെ കൊണ്ടും ബഹുദൈവ ആരാധകളെ കൊണ്ട് മലീമസമായി കിടന്നിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗാർ ഹിറായിൽ പോയി കുറെ ഭജനം ഇരുന്നപ്പോൾ അവിടെ നിന്ന് ആലോചിച്ച് കുറെ ആലോചിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ഉള്ളുവിളിയാണ് വഹിയെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഭയപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ കിട്ടിയതാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പേടിച്ചു വിറച്ച് മുഖത്തെ കൂടി പിന്നെ മുഖം വിവരണമായ നിലക്ക് ശരീരത്തിന് മഞ്ഞ നിറം ബാധിച്ച് മുഖം ചുവന്നു തുടിച്ചുകൊണ്ട് ഖദീജ ബിവിയെ സമീപിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ.
എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതായിരിക്കുന്ന ആശയമായിരുന്നുവെങ്കിൽ എന്തിനാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഖദീജയുടെ അടുക്കലേക്ക് വരേണ്ട കാര്യം എന്താണുള്ളത്? ഇല്ല, അതിനൊരു ന്യായമില്ല. പുതപ്പിട്ട് മൂടി പേടിച്ച് വിറക്കേണ്ട യാതൊരു ആവശ്യമോടുണ്ടായിരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ റസൂല് സ്വന്തമായ നിലക്ക് ഇത്തരം ഒരു അവസ്ഥയെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നില്ല. അത് ലഭിക്കണമെന്നുള്ളതായിരിക്കും ചിന്തയും പ്രവാചകൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. വളരെ ഉറപ്പാണ് ആ കാര്യത്തിൽ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരാള് ഭജനമിരുന്ന് ഏത് ഗുഹയുടെ ഉള്ളിലോ ഏതെങ്കിലും ഭൂമിയിലൊക്കെ പോയി ഒരാളിങ്ങനെ ഒരു സന്യാസം സ്വീകരിച്ചുകൊണ്ടിരുന്ന് അയാൾ കുറെ കാലം ചിന്തിച്ച് ആലോചനയിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് പലത് ആലോചിച്ച് ഒരു കാര്യം അയാൾക്ക് മനസ്സിലായി. ഇഷ്റാഖ് എന്നാ പറയാ, ഇൽഹാം എന്നാ പറയാ. അയാൾക്ക് എന്ത് ചെയ്ത് അത് ഹൃദയം സാഫിയായി തീർന്ന് അങ്ങനെ ആ ഹൃദയത്തിൽ ചില ആശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാൾ അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ടോ? അയാൾക്കത് ഭയപ്പെടേണ്ടതുണ്ടോ? അയാളെ മുഖം വിവരണമാവേണ്ടതുണ്ടോ? പേടിച്ച് വിറക്കേണ്ടതുണ്ടോ? പനിക്കേണ്ടതുണ്ടോ? ഒന്നുമില്ല. അത് അയാൾ ആലോചിച്ചുകൊണ്ട് അയാൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. അയാൾ ചിന്തിക്കുന്നത് ഇത്തരം ഒരു ആശയത്തിലേക്ക് എത്താനാണ്. അപ്പൊ അത്തരം ഒരാൾക്ക് എന്ത് വരില്ല? ഈ ഭയപ്പാട് വരില്ല, മുഖം വിവരണമാവൂല, പേടിച്ച് പനി പിടിപെടേണ്ട ആവശ്യമില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ വഹീന്റെ തുടക്കം ഇങ്ങനെയൊക്കെയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു അജ്ഞാത ശക്തിയെ കാണുന്നു. ആ അജ്ഞാത ശക്തി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഓതാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഓതാൻ അറിയില്ല എന്നുള്ള തന്റെ നിസ്സഹായാവസ്ഥ പറയുമ്പോൾ ശക്തമായി പിടിച്ചണച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഓതാൻ പറയുന്നു. വീണ്ടും പ്രവാചകൻ പറയുന്നു, ഞാൻ ഓതാൻ അറിയില്ല, എനിക്ക് എന്നെ ആരും ഓത്ത് പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ഓതിയിട്ടുമില്ല. വീണ്ടും പിടിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം പിടിച്ച് അണച്ചുകൂട്ടി വിട്ടതിന് ശേഷമാണ് ഓതാൻ പറയുകയും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഓതുകയും ചെയ്തു. അപ്പൊ ഇതിലൊക്കെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്? ഇതിലൊക്കെ ഒരു രഹസ്യമുണ്ട്. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം നിലയ്ക്ക് തന്റെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് പിന്നെ സ്വരൂപിച്ചെടുത്ത ആശയങ്ങളായിരുന്നില്ല വഹി എന്ന് പറയുന്നത്. അവർന്ന് ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നായിരിക്കുന്ന ഉൾവിളിയായിരുന്നില്ല വഹി എന്നുള്ളത്. അത് അഭൗതിക ലോകത്തു നിന്ന് ഒരു അജ്ഞാത ശക്തി വന്നുകൊണ്ട് തനിക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു. ആ ശക്തിയാകുന്നു മലക്ക് അമീനുൽ വഹി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രമല്ല സഹോദരന്മാരെ, വേറെ നമുക്ക് ചിന്തിക്കാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഈ സംഭവത്തിന് ശേഷം പിന്നെ മലക്കിനെ കാണുന്നില്ല. സംഭവങ്ങൾക്ക് റസൂലുള്ളാഹിക്ക് വളരെ ബോധ്യപ്പെട്ടു. തുടക്കത്തിൽ എങ്ങനെയാണല്ലോ ബോധ്യപ്പെട്ടതിന് ശേഷം കുറെ ദിവസത്തിന് ഫത്രത്തുൽ വഹി ഉണ്ടായല്ലോ. വഹി കുറെ ദിവസത്തിന് വന്നില്ല. 6 മാസം ഒന്ന് കൂടുതലാന്നൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് വിഭ്രാന്തിയായി. പിന്നെ കാണാൻ കൊതിയായി. ഒരാളിങ്ങനെ സ്വന്തം ചിന്തിച്ചുണ്ടാക്കുന്ന ആരാണെങ്കിൽ പിന്നെ കാണാൻ കൊതിയാവുക. അങ്ങനെ ആരെ കാണാൻ കൊതിയാവുക? അത് തനിക്കുണ്ടാവുന്ന ഒരു അവസ്ഥയല്ലേ, തന്റെ ശരീരത്തിനുണ്ടാവുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് കാണാൻ കൊതിക്കേണ്ടതില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? ആ വന്ന ശക്തിയെ കാണാൻ വേണ്ടി വീണ്ടും അങ്ങനെ ആ മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ വുദിയാനയിലൂടെ വാദിയിലൂടെ ഒക്കെ സഞ്ചരിച്ചു നോക്കും റസൂല്. എന്നിട്ട് ആ കുന്നിന് മുകളിൽ കയറി നോക്കും. അവിടെ എങ്ങാനുണ്ടോ ആ ശക്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുന്നിന് മുകളിലൊക്കെ കയറി നോക്കും. ചിലർ അതിനെക്കുറിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് കാര്യം ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന് വളരെ വിഷമം ഉണ്ടായി എന്നുള്ളത് യാതൊരു സംശയമില്ല. ആ കണ്ട ശക്തിയെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന് വളരെയധികം ആഗ്രഹമുണ്ടായി എന്നുള്ളത് യാതൊരു സംശയമില്ല. ബുഖാരിയുടെ ഹദീസിലൊക്കെ ചില കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂലിന് ആ മലക്കിനെ കാണാൻ കൊതിയായി കാണാൻ വേണ്ടി നടന്നു എന്ന് അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. പർവ്വത ശിഖരങ്ങളിൽ കയറി നോക്കും, അവിടെ നോക്കും, ഇവിടെ നോക്കും, എവിടെയില്ല, കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നടന്നു പോരുമ്പോഴാണ്, ഇങ്ങനെ നടക്കുന്നതിടയിൽ നടന്നു പോകുമ്പോഴാണ് ഒരു ശബ്ദം, മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് തലയുയർത്തി നോക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു, ആകാശം അതിന്റെ എല്ലാ ഭാഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഒരു കസേരയുടെ മുകളിൽ അന്ന് ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന ആ അബോധിക ശക്തി അതാ അവിടെ ഒരു കസാരമേൽ ഇരിക്കുന്നത് പോലെ മുകളിൽ ഇരിക്കുന്ന കാഴ്ചയാണ് മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി കണ്ടത്. ആ കണ്ട കാഴ്ചയോടുകൂടെ വീണ്ടും റസൂലുള്ളാഹിക്ക് വിഭ്രാന്തി പിടിപെട്ട് പേടിച്ചു. അങ്ങനത്തെ കാഴ്ചയാണ് ആ കണ്ടത്. വീണ്ടും ഖദീജയുടെ അടുക്കലേക്ക് പോയി ദസ്സിറൂനി, വേഗം പുറപ്പെട്ടുകൊണ്ട് ആ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പേടിച്ചു പോയി. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻസിർ, പുറപ്പെട്ട് മൂടിക്കിടക്കുന്ന പ്രവാചക, നിങ്ങളിങ്ങനെ പേടിച്ച് വിറച്ച് പനിച്ചു കിടക്കേണ്ട ആളല്ല, നിങ്ങൾ എഴുന്നേൽക്കുക, പ്രബോധനം നടത്തുക. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിന്റെ തുടക്കം ഇങ്ങനെയൊക്കെ ആക്കിയതിന് പിന്നിൽ തീർച്ചയായിട്ടും ഹിക്മത്തുകളില്ലേ, അവന്റെ യുക്തി ഇല്ലേ, അവൻ പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്താ?
അത് പ്രവാചകന്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ്. ഹൃദയത്തിൽ നിന്ന് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഏകാന്തവാസം അനുഷ്ഠിച്ചതിൽ നിന്ന് ഉത്ഭൂതമാകാതിരിക്കുന്ന ചില ആശയങ്ങളാണ് വഹി എന്ന് പറയുന്ന ആളുകളുടെ നാവടക്കാൻ പോകുന്നതായ വ്യക്തമായ ദൃഷ്ടാന്തം ഈ സംഭവങ്ങളിലുണ്ട് എന്നുള്ളതിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കും സംശയമുണ്ടാവില്ല. മനസ്സിലായില്ലേ? പോട്ടെ. അപ്പൊ ആ വിഷയം അങ്ങനെ വെക്കുക. അപ്പൊ അതാണ് വഹി തുടക്കങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഭൗതികവാദികൾ ചെയ്യുന്നത് വഹി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എന്നുള്ളത് പോലെ അംഗീകരിക്കുന്നു. അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ചരിത്രത്തിലുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ചരിത്രം സ്വീകരിക്കുന്നത്? വഹീന്റെ തുടക്കം എങ്ങനെയാണ്, വഹീന്റെ ഒടുക്കം എങ്ങനെയാണ്, ഇതിന്റെ വിശദാംശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ആ ചരിത്രം സ്വീകരിക്കേണ്ടേ, ആ ഖുർആൻ സ്വീകരിക്കേണ്ടേ, അല്ലെങ്കിൽ സീറത്ത് നബി നിങ്ങൾ സ്വീകരിക്കേണ്ടേ? അവിടെ എത്തുമ്പോൾ അവര് വകുപ്പ് മാറി. ഇത് ഇരട്ടത്തപ്പാണ്. ഇത് ശരിയായ വിജ്ഞാനം സ്വീകരിക്കുന്നതിന്റെ ശൈലിയല്ല. അതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്, ഭൗതികവാദികളോട് പറയാനുള്ളത്. പിന്നെ അവർ ഇതിനൊക്കെ പറഞ്ഞ് കുറച്ച് ചില മുഖദ്ദിമകളുണ്ട്, ചില ആമുഖങ്ങളുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതും കൂടി പറയാം. നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. കാരണം ഇത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാൻ സാധ്യത ഉള്ളതാണ്. പലരും പല ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടാകും. നമുക്ക് യുക്തിവാദികളുടെയും ഭൗതികവാദികളുടെയും വാദങ്ങൾക്ക് മറുപടി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കണം. അവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിന് ശരിയായ വിജ്ഞാന ശൈലിയിലൂടെ, ശരിയായ വിജ്ഞാനത്തിന്റെ ശൈലിയിലൂടെ നമുക്ക് മറുപടി കൊടുക്കണം, മന്തിക്ക് ഉപയോഗിച്ചുകൊണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ചരിത്ര വിഷയങ്ങളൊക്കെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അതിന് മറുപടി കൊടുക്കൽ ആവശ്യമാണ്. അപ്പോ അവർ പറഞ്ഞ വാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവർ ഒന്നാമതായിട്ട് പറയുന്നത് എന്താ അറിയോ? അതായത് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉൾവിളിയായിട്ട് വന്നതാണ്. അതിനുള്ള കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉൾവിളി ആയിട്ട് ലഭിച്ചതാണ് യഥാർത്ഥത്തിൽ വഹി എന്നുള്ളത്. അതിന് പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ എളാപ്പ അബൂ താലിബിനോട് കൂടെ ഒരുപാട് പ്രാവശ്യം കച്ചവട ആവശ്യത്തിന് വേണ്ടി പല യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ യാത്രകളിൽ നിന്ന്, അറാബികളിൽ നിന്ന്, അവരുടെ യാത്രാ വൈമധ്യം താമസിക്കുന്നതായ സമൂദ് ഗോത്രക്കാര്, മദിയൻ ഗോത്രക്കാര് പോലുള്ളതായിരിക്കുന്ന ആ അറാബികളുമായി ഇടകലർന്നുകൊണ്ട് ശേഖരിച്ചെടുത്ത വിവരങ്ങളാവുന്നു വഹയ്. ഇതാണ് പെരുവാദം. അബൂ താലിബിന്റെ കൂടെ ഒരുപാട് യാത്ര നടത്തിയിട്ടുണ്ട്. ഈ യാത്ര പോകുമ്പോൾ അറാബികളുമായി അവര് കൂടിച്ചേർന്ന് അവരുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊക്കെ ഉരുത്തിരിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ യാത്രയിൽ ജൂത പുരോഹിതന്മാരുടെയും ക്രിസ്തീയ പാതിരിമാരുമായി അവർ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ബഹീറുണ്ടല്ലോ, ബഹീറ റാഹിബ് എന്ന് പറയുന്നതായ ബുസ്രയിലുള്ള, സിറിയയിലുള്ള ബുസ്ര എന്ന പട്ടണത്തിലുള്ളതായിരിക്കുന്ന ബഹീറ റാഹിബ് എന്ന് പറയുന്നതായ ക്രിസ്തീയ പുരോഹിതനുമായി കണ്ടിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്തു ദൈവമാണെന്നുള്ളത് നിഷേധിക്കുകയും ത്രിയേകത്വത്തിനെ തള്ളിക്കളയുന്ന ആളുകളുമായിരുന്നു. അപ്പോ ഇത്തരം ബഹീറമാരുടെ പക്കൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹ ഗോത്രക്കാരുടെയും മറ്റുള്ള ഗോത്രക്കാരുടെയും കഥകളൊക്കെ അറാബികളിൽ നിന്ന് കേട്ടിട്ട് അങ്ങനെയാണ് മുൻകാല സമൂഹങ്ങളെ കുറിച്ചുകൊണ്ട് മുഹമ്മദിന് വിവരം കിട്ടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെയാണ് അവർ ഒന്നാമതായി പ്രചരിപ്പിക്കുന്ന ഒരു അബദ്ധ ജടിലമായ, അല്ലെങ്കിൽ തീരെ വിജ്ഞാനത്തിന്റെ അടിത്തറ പോലും ഇതിനില്ലാത്തതായ വാദമാണിതൊക്കെ. മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം ഈ പറഞ്ഞതിന്റെ യഥാർത്ഥം എന്താണ്. പ്രവാചക ചരിത്രത്തിൽ നിന്ന്, സീറന്റെ കിതാബുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ താലിബ് ആവും തന്റെ എളാപ്പനോടുകൂടെ കച്ചവട ആവശ്യത്തിന് വേണ്ടി എത്ര വട്ടം പോയെന്ന് നമ്മൾ കിട്ടുന്നത്? സഹോദരന്മാരെ, എത്ര വട്ടം പോയിക്കണ്? ആരെങ്കിലും അറിയോ? ചരിത്രം പറഞ്ഞാട്ടെ. അബൂ താലിബിന് കൂടെ അള്ളാഹുവിന്റെ റസൂല് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി, ഓല് പറഞ്ഞെന്താണ്? അബൂ താലിബിന്റെ കൂടെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി നിരവധി പ്രാവശ്യം പ്രവാചകൻ പോവുകയും അങ്ങനെ പോകുന്ന യാത്ര മധ്യേ അറബികളുമായി സഹവസിക്കുകയും ക്രിസ്തീയ പുരോഹിതന്മാരുമുള്ളായിരിക്കുന്ന സമ്പർക്കത്തിൽ നിന്നുകൂടി ലഭിച്ചതായിരിക്കുന്ന ആശയങ്ങളാകുന്ന ഇസ്ലാം അല്ലെ വഹയ്. എന്നാൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് ലഭിച്ച സ്രോതസ് എവിടെയാണ്? ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഏത് ചരിത്രത്തിലാണത്? ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്.
പ്രവാചകൻ അബൂ താലിബിനോടുകൂടെ അലാബിയോടുകൂടെ നിരവധി യാത്രകൾ നടത്തിയെന്നുള്ളതിന്റെ സ്രോതസ് എവിടെ? അതിന് മസ്ദർ എവിടെയാണ്? നമ്മുടെ ചോദ്യം അതാ. കാണിക്കട്ടെ. അറബി കിതാബിൽ നിന്നാണോ? കാണിക്കട്ടെ. ഏത് കിതാബിലാണ് അങ്ങനെയുള്ളത്? ഇംഗ്ലീഷ് കിതാബിലാണോ? എന്നാൽ അത് കാണിക്കൂ. അതിന്റെ സ്വീകാര്യതയും ഇവിടെ അറിയിക്കൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്നാണോ? അത് അറിയിക്കൂ. ഏത് സ്രോതസ്സിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരവധി പ്രാവശ്യം അബൂ താലിബിനോട് കൂടെ, നമ്മൾ ഓരോന്നോരോന്ന് വിശകലനം ചെയ്യാം, അബൂ താലിബിനോട് കൂടെ ഷാമിലേക്കുള്ള യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നത് തെളിവ് കൊണ്ട് ഒരു ഹാത്തു ബുർഹാനുക്കും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ഖണ്ഡിതമായ തെളിവാണ് വരേണ്ടത്. ഞങ്ങൾക്ക് തെളിവുകളനുസരിച്ച്, ശാസ്ത്രീയമായ നിലക്ക് തെളിവുകളനുസരിച്ച്, ബുദ്ധിയും എല്ലാം നമ്മുടെ യുക്തിയും അംഗീകരിക്കുന്ന ശൈലിയാണ് ഇസ്ലാമിന്റേത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ നിലക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വലിയ അത്തരം തെളിവുകളുടെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനത്തിന്റെ ആളുകളാണെന്ന് അഭിമാനിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്നാൽ ശരിയായ ചരിത്രത്തിലുള്ളതെന്താ? അതിന് മറുപടി എന്താ? ഒരു ചരിത്രത്തിലുമില്ല. അതൊക്കെ എന്താണ്? അത് എവിടുന്ന് അത് അവരിങ്ങനെ ചിന്തിച്ചുണ്ടാക്കന്നെ. അതൊരു പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, അതായിരിക്കും എന്നൊക്കെ. അങ്ങനെ നിഗമനങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ചരിത്രത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ ചെറുപ്പകാലം മുതൽക്ക് പിന്നെ പ്രവാചകത്വം ലഭിച്ച് 63-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നത് വരെയുള്ള സർവ്വചരിത്രവും, അതില് ചെറുതു വലുതുമായിരിക്കുന്ന സർവ്വചരിത്രവും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലെവിടെങ്കിലും ഒന്ന് കാണിക്കുമോ അബൂ താലിബിന്റെ കൂടെ എത്ര പ്രാവശ്യം യാത്ര പോയി? ഒറ്റ പ്രാവശ്യം മാത്രമാണ്. 9-ാം വയസ്സിലാണെന്നല്ലേ 12-ാം വയസ്സിലാണ്? ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നുകിൽ 9 വയസ്സെന്ന് ഒരു വിഭാഗത്തുണ്ട്, അല്ലെങ്കിൽ 12 വയസ്സെന്നുള്ള വിഭാഗത്തുണ്ട്. ആ ഒറ്റ പ്രാവശ്യം മാത്രമാണ് അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്കൊക്കെ യാത്ര ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബഹീറ റാഹിബുമായിട്ട് സന്ധിച്ചതെപ്പോഴാ? അതൊന്നും നോക്കുമ്പോൾ ബഹീറ റാഹിബിന് സംഭവം എന്താണ്? ഈ ബഹീറ എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതൻ, അദ്ദേഹം മാനത്തേക്ക് നോക്കുമ്പോൾ ഒരു മേഘം ഇങ്ങനെ സഞ്ചരിക്കുന്നു. മേഘം പയ്യെ പയ്യെ സഞ്ചരിച്ചു വരുന്നു. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ അതൊരു കച്ചവട സംഘമാണ്. ആ കച്ചവട സംഘത്തിന് ഈ മേഘം തണലിട്ട് കൊടുക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് ആ മരത്തിന് ചുവട്ടിൽ നിന്ന്, ആ മരം ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നു. ആ മരം ഇപ്പോഴും ജോർദാന്റെ ഭാഗത്തുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നെറ്റിൽ കണ്ടിട്ടുണ്ട്. ആ മരം, ആ പഴയ കാലത്ത് നസ്തുറ റാഹിബ് ഇരുന്നിരുന്ന ആ അദ്ദേഹത്തിന്റെ ആരാധനാലയ കേന്ദ്രം ഉണ്ടായിരുന്ന ആ മരം. അപ്പം അദ്ദേഹം മേഘം ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് ഒരു കച്ചവട സംഘമാണ്. ആ കച്ചവട സംഘം ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു വരികയാണ്. ആ കച്ചവട സംഘം നിൽക്കുമ്പോൾ മേഘം നിൽക്കുന്നു, അത് നടക്കുമ്പോൾ മേഘം നടക്കുന്നു. അങ്ങനെ അടുത്തെത്തി നോക്കുമ്പോഴാണ്, പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കച്ചവട സംഘത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടത്. ഒരു 9 വയസ്സായ കുഞ്ഞൻ, അല്ലെങ്കിൽ 12 വയസ്സായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിൽ ഈ ക്രിസ്തീയ പുരോഹിതൻ തനിക്കുള്ള ലഭിച്ച വേദങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ അനുഭവത്തിന് ചില അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അടയാളങ്ങളൊക്കെ തന്നെ ഈ കുഞ്ഞനിൽ, അല്ലെങ്കിൽ ഈ കൗമാരക്കാരനിൽ ആ ക്രിസ്തീയ പുരോഹിതൻ ദർശിക്കുകയും തന്റെ രക്ഷിതാവായ അല്ലെങ്കിൽ അബൂ താലിബിനോട് അദ്ദേഹത്തെക്കുറിച്ചുകൊണ്ട് വിവരങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഈ കുഞ്ഞിനിക്ക് മഹത്തായിരിക്കുന്ന ഒരു ഭാവിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ജൂതന്മാര് ഈ കുഞ്ഞിനെ കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പരിക്കേൽപ്പിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആർക്ക് മുന്നറിയിപ്പ് കൊടുത്തു? അബൂ താലിബിന് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ഈ ചരിത്രം പരാമർശിക്കുന്ന ഒരൊറ്റ റിപ്പോർട്ടുകളിലും തന്റെ ഈ 9-ാം വയസ്സിൽ അല്ലെങ്കിൽ 12-ാം വയസ്സിൽ ബഹീറയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചെന്നോ ചോദിച്ചെന്നോ കേട്ടെന്നോ അറിയിക്കുന്ന ഒന്നുമേ ഇല്ല. പിന്നെ ഇവിടുന്ന് കിട്ടി വലിക്കത്? ബഹീറന്ന് കേട്ടതാണെന്ന് 9-ാം വയസ്സിൽ കേട്ടതാണല്ലോ. പിന്നെ എന്നാ എന്തുകൊണ്ട് 40 വയസ്സ് വരെ പറഞ്ഞില്ല? ചോദ്യമാണല്ലോ. 9 വയസ്സിൽ കേട്ടാണ് 40 വയസ്സ് വരെ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? 40 വയസ്സ് കഴിഞ്ഞിട്ടാണോ 9-ാം വയസ്സ് കേട്ട കാര്യം ആ വിഷയം പുറത്തു പറയേണ്ടത്? അങ്ങനെ എന്നാൽ ചരിത്രത്തിന് എന്തില്ല? ബഹീറയിൽ നിന്ന് വല്ലതും കേട്ടതായിട്ടോ അല്ലെങ്കിൽ പഠിച്ചതായിട്ടോ അഹ്ലി കിതാബുകളുടെ വിവരങ്ങൾ ചോദിച്ചതായിട്ടോ ഒരു റിപ്പോർട്ടും ഇല്ല. എവിടുന്ന് കിട്ടിയതെന്ന് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. എവിടുന്ന് കിട്ടി? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ളതാ. അപ്പൊ അങ്ങനെ അബൂ താലിബിന്റെ കൂടെ ഒറ്റ പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ഖദീജ ബീവിക്ക് വേണ്ടി പോയിട്ടില്ലേ? ഉണ്ട്. ഖദീജ ബീവിക്ക് വേണ്ടി കച്ചവടത്തിന് പോയിട്ടില്ലേ? ഉണ്ട്. അള്ളാഹുവിന്റെ റസൂല് 25 വയസ്സായപ്പോൾ, യുവാവായപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിന് ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ തന്റെ കച്ചവട കാഫിലെ പ്രവാചകനെ ഏൽപ്പിച്ചു കൊടുക്കുകയും വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിയിട്ട്
ആ കാര്യം അവരെ ഏൽപ്പിക്കുകയും അതിന്റെ ഫുൾ നിയന്ത്രണങ്ങളൊക്കെ അവിടേക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ കച്ചവട ചരക്കുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് പോയപ്പോഴും എവിടേക്ക് പോയിട്ടില്ല. ഈ ബുസ്ര എന്ന് പറയുന്ന ഈ മുമ്പ് കണ്ടിരുന്നല്ലോ, മുമ്പ് പിന്നെ ഈ ബഹീറ താമസിക്കുന്ന ബുസ്ര ഉണ്ടല്ലോ ഷാമിലെ, ആ ബുസ്ര പട്ടണം കടന്നതായിട്ട് ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. പോവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യുമ്പോൾ കച്ചവടമല്ലാത്ത എന്തെങ്കിലുമായിട്ടും അവിടുന്ന് ബന്ധപ്പെട്ടിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടോ? അതുമില്ല. സാധാരണഗതി അല്ലെങ്കിൽ അവിടുത്തെ ജൂതന്മാരുമായി ബന്ധിപ്പിച്ചിരുന്നോ, അല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാരുമായിട്ടോ, അല്ലെ ജൂത പിന്നെ റബ്ബികളുമായിട്ടോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിച്ചതായിരിക്കുന്ന ഒരു രേഖയില്ല. ഉണ്ടെങ്കിലും അത് ആരാ ഉദ്ധരിക്കേണ്ടത്? മുസ്ലിമീങ്ങളാ, റിപ്പോർട്ടർമാരാ ഉദ്ധരിക്കേണ്ടത്. അവരൊരു വിഷയം വിട്ടുപോയിട്ടില്ല. പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കുന്ന എന്തെല്ലാം ചെറുതും വലുതുമായിരിക്കുന്ന എന്തെല്ലാം വിഷയമാണ് അതൊക്കെ രേഖപ്പെടുത്തിയവരാണ് അവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹാക്ക് വേണ്ടി നടത്തിയതായിരിക്കുന്ന കച്ചവട യാത്രയിൽ ജൂത റബ്ബികളുമായിട്ടോ ക്രിസ്തീയ പുരോഹിതരുമായിട്ടോ സന്ധിച്ചതിന്റെ യാതൊരു അടയാളവുമില്ല. ഒരടയാളവുമില്ല. പിന്നെന്താ അവർ പറഞ്ഞത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയുടെയും അതുപോലെ മദീൻ എന്ന് പറയുന്ന തബൂക്ക് ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മദീനുകാരുമായിട്ടും മദീൻ വിഭാഗം താമസിക്കുന്ന ഭാഗത്തിലൂടെ പോയപ്പോൾ അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞതും അതും ശരിയല്ല. ഷാമിലേക്കുള്ള കച്ചവടത്തിന്റെ വഴിയും മദീനും എവിടെ കിടക്കുന്നത്? അത് രണ്ടും വ്യത്യസ്തമായ രണ്ട് മേഖലയാണ്, രണ്ട് വഴികളാണിത്. മദീൻ എവിടെ, ഷാമിലേക്കുള്ള കച്ചവടത്തിന്റെ വഴി എവിടെ? പ്രവാചകനെ പോലായിരിക്കുന്ന ബുദ്ധി തികഞ്ഞതായിരിക്കുന്ന ഒരു വ്യക്തി, നല്ല ബുദ്ധിശക്തിയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഇവരുടെ സംസാരം എന്ത് ചെയ്യുക? ഈ ആറാബികളുടെ സംസാരം കേട്ടിട്ട് അതൊക്കെ വിശ്വസിച്ച് കേട്ട് ആ രേഖ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് പറയാൻ ഇവർക്കല്ലാതെ കഴിയുമോ? സമൂഹ ഗോത്രക്കാരുടെ വിവരങ്ങൾ, അതുപോലെ മുൻകഴിഞ്ഞ ആദ്യ സമൂഹ ഗോത്രക്കാർ, അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന ഇറമ്പ് ഗോത്രക്കാരുടെ മുൻകഴിഞ്ഞതായിരിക്കുന്ന സമൂഹങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ ഖുർആനിലൊക്കെ ഹദീസിലൊക്കെ ഉണ്ടല്ലോ. അത്തരം വിഷയങ്ങളൊക്കെ ആറാബികളിൽ നിന്ന് കേട്ടതാണെന്ന് എങ്ങനെ പറയാ? ഈ ആറാബികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു അറിവില്ലാത്ത അവർ ഉമ്മിയാണ്. എഴുത്തും വായനയും അറിയാത്ത വിഭാഗമാണ് ഏറിയ കൂറും അറബികൾ ഉണ്ടായിരുന്നത്. അവർക്ക് വിഷയത്തിൽ എന്തില്ല, കൂടുതൽ അവരുടെ കബീലും കാര്യങ്ങളൊക്കെ കുറെ മനസ്സിലാക്കിയിരിക്കാന്നല്ലാതെ ഇങ്ങനത്തെ ഈ ഖുർആനിൽ വിവരിച്ചതുപോലെ സൂക്ഷ്മമായ നിലക്ക് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ സത്യങ്ങളൊക്കെ ഈ അറാബികളിൽ നിന്ന് കേട്ട് പഠിക്കേ ഇല്ല. ഒരിക്കലും അത് ബുദ്ധിയുള്ള ഒരാളാണ് അങ്ങനെ പറയില്ല. മാത്രമല്ല, കച്ചവടത്തിന് പോയാൽ പിന്നെ ആ കച്ചവടത്തെ ബന്ധപ്പെടുന്ന വിഷയങ്ങളല്ലേ ഏർപ്പെടുള്ളൂ. കച്ചവടത്തിന് പോയിട്ട് പിന്നെ അവിടുന്ന് ജൂതന്മാരെടുത്തു പോവുക അവരെ വാഴ കേൾക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തീയ പാതിരിമാരെടുത്ത് പോയിട്ട് അവരെ ഉപദേശം കേൾക്കാൻ പോവാണ്. ഇല്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിക്ക് വേണ്ടിയതായിരിക്കുന്ന കച്ചവട യാത്ര അത് വളരെ വമ്പിച്ച വിജയമായിരുന്നു, വൻ വിജയമായിരുന്നു. കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടി തിരിച്ചു പോന്നു. ലാഭം കിട്ടി തിരിച്ചു പോകണമെങ്കിൽ വേറെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ നടക്കുമോ? ലാഭം കിട്ടി തിരിച്ചു വരണമെങ്കിൽ ജൂത റബ്ബികളുമായിട്ട് മറ്റുള്ള അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും കേൾക്കാനും രേഖപ്പെടുത്താനും മനസ്സൂക്ഷി ഇതിനൊക്കെ മനക്കെട്ടാൽ കച്ചവടം കിടക്കും. കച്ചവടം അവിടെ പരാജയപ്പെടുക ചെയ്യുക. യഥാർത്ഥത്തിൽ ഖദീജ ബീവിയുമായി നടത്തിയ കച്ചവട ഇടപാടുകൾ ഫുൾ നല്ല വൻ വിജയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആർക്കും വിഷയമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ളതിന്റെ അതിന് സാന്ദർഭികമായ തെളിവാ. പിന്നെ ചരിത്രത്തിൽ ഏതായാലും ആ വിഷയം പരാമർശിക്കുന്നേയില്ല. അപ്പം അറബികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജൂത ക്രിസ്തീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുമാണ് പ്രവാചകൻ ഇത്തരം മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെയും അതുപോലെ ക്രിസ്തീയ ജൂതന്മാരുടെ വിശ്വാസങ്ങൾ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കിയത് എന്നുള്ളതായിരിക്കുന്ന ആ വാദം എന്താകുന്നു? അസ്ഥാനത്താകുന്നു. പിന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞറിയോ? വർഖത്ത് ബിൻ നൗഫൽ എന്നുള്ളത് അന്നത്തെ ലോകത്തെ അറബികൾ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തിയെ വർഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം ഹിബ്രു ഭാഷ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, മുൻ വേദങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു, ഖദീജ ബിയുടെ അടുത്ത ബന്ധുവായിരുന്നു. അങ്ങനെ ഖദീജ ബിവി കൊണ്ടുപോയി പ്രവാചകനെ ഖദീജ ബിവി വർഖത്ത് ബിൻ നൗഫലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വർഖത്ത് ബിൻ നൗഫലിന്റെ വെക്കുന്നാകുന്നു ആര് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ മുൻ വേദങ്ങളെ കുറിച്ചും ക്രിസ്തീയ ജൂതന്മാരെ കുറിച്ചും ഒക്കെ വിവരങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളതായിരിക്കുന്ന രണ്ടാമത്തെ ഒരു വലിയൊരു ഭീമാബദ്ധമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്താ അതിന്റെ അടിസ്ഥാന സഹോദരന്മാരെ? ഇതും
ഇതും ആദ്യം പറഞ്ഞതിനേക്കാളും വളരെ മഹാപോക്ക്. കാരണം എന്തുകൊണ്ട്? വറഖത്ത് ഇബ്നു നൗഫൽ ഈ സംഭവം ശരി ആരെ ഖദീജാബിന്റെ എളാപ്പന്റെ മകനായിരുന്നു. പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ലഭിച്ചതിന്റെ ആദ്യത്തിൽ പേടിയും ഭയമൊക്കെ നിറഞ്ഞപ്പോൾ അതൊന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി ഖദീജ ബീവി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാ. പക്ഷേ അവര് അതിലെന്ത് ഈ ഹക്കും ബാത്തലും കൂടി കൂട്ടിക്കയർത്താന്നുള്ളതുണ്ടല്ലോ, അത് ഇതിനോട് കൂടെ അവരെന്ത് ചേർത്ത് കളഞ്ഞ് കള്ളത്തരം കൂടി കൂട്ടിങ്ങേറ്റ് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഈ വറഖത്ത് ഇബ്നു നൗഫലിന്റെ കയ്യിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിൽ. എന്നാല് ചോദിക്കട്ടെ, പിന്നെ എന്താണ് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞ സംഭവം എന്ന് ഒരിക്കട്ടെ. അതാ പറഞ്ഞത് വഹി എന്നുള്ള സംഭവം ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കി. എന്നാൽ ആ വഹിന്റെ തുടക്കം എന്താ അതും അതിന് മനസ്സിലാക്കണ്ടേ? എന്താ വിശദാംശങ്ങൾ അത് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവര് അതുവരെ അതിൽ നിന്ന് സ്വീകരിച്ച് പിന്നെ അവിടെ വെച്ച് അവർ ഗ്രന്ഥങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തമായ നിൽക്കൊരു വ്യാഖ്യാനം നടക്കാം. ഇങ്ങനെ അനീതിയും പിന്നെ അതിക്രമപരമായിരിക്കുന്ന ഗവേഷണങ്ങളിലൂടെ മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ ഇവരൊക്കെ എത്തിപ്പെടാൻ കാരണം. മഹാനായിരിക്കുന്ന വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട നബിയിൽ വിശ്വസിച്ചായിരിക്കുന്ന വ്യക്തിയാണ്. വറഖത്ത് ഇബ്നു നൗഫൽ എന്താ പറഞ്ഞത്? യാ ലൈതനി ഫിഹാ ജദ്അൻ ലൈതനി യകൂനു ഹയ്യാ ഇത് യുഖ്രിജുക ഖൗമുക. ഓ ഞാൻ അന്നുണ്ടായിരുന്നെങ്കിൽ നിന്റെ ജനത നിന്റെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളി നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് പിന്നെ വറഖത്ത് ഇബ്നു നൗഫൽ ആശിക്കുകയാണ് ഉണ്ടായത്. പറഞ്ഞു വന്നത് വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് പ്രവാചകൻ ഇതൊക്കെ പഠിച്ചത് എന്നുള്ള ഒരു ദുരാരോപണമാണ്. ആ ദുരാരോപണം യാതൊരു അടിസ്ഥാനവും അതിനില്ല, യാതൊരു അടിത്തറയും വിജ്ഞാനീയമായ അറിവിന്റെ ഇൽമിന്റെ ഒരു അടിത്തറയും ആ വാദത്തിനില്ല. എന്താണ് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞത്? യാ ലൈതനി ഫിഹാ ജദ്അൻ യാ ലൈതനി അകൂന ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക ഫഖാല ലഹു നബി അവ മുഖ്രിജിയഹും. നിന്റെ ജനത, അതായത് നിന്റെ ജനത എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മുൻ വേദങ്ങൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. മുൻ വേദങ്ങളിൽ അറബികൾക്കിടയിൽ പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകനെ തന്റെ സ്വന്തം നാട്ടുകാർ അവിടുന്ന് പിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള വിഷയങ്ങളൊക്കെ ഏത് മുൻ വേദഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നാട്ടുകാർ പുറന്തള്ളുമ്പോൾ ഞാനന്ന് ആരോഗ്യവാനായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അപ്പൊ അല്ലാഹു റസൂൽ വിഷമത്തോടെ ചോദിച്ചു, അവ മുഖ്രിജിയഹും, എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുകയോ എന്റെ നാട്ടുകാരെന്നെ പുറന്തള്ളുകയോ എന്ന് വളരെ പിന്നെ ആശ്ചര്യത്തോടെ ചോദിക്കുകയുണ്ടായി. ഖാല വറഖത്ത് നഅം, തീർച്ചയായിട്ടും നിങ്ങളെ പുറന്തള്ളും. ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജീത ബിഹി ഇല്ലാ ഉദിയ. നിങ്ങൾ കൊണ്ടുവരുന്നതായ പ്രവാചകത്വം പോലുള്ള പ്രവാചകത്വവുമായിട്ട് ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് പീഡനം അനുഭവിച്ചിട്ടല്ലാതെ അവരാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. വൈയുദിരിക്കിനി യൗമുക അൻസുറുക നസ്റൻ മുഅസ്സറ. എനിക്ക് അന്ന് ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാ നിലക്കും ഞാൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ കൂടെ ഞാൻ അടിയുറച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ സുമ്മലം യൻശുബ് വറഖത്തുൻ അൻ തവഫ വഫത്തറൽ വഹി. പക്ഷേ വറഖത്ത് ഇബ്നു നൗഫൽ പിന്നെ കൂടുതൽ കാലം ജീവിച്ചില്ല. അദ്ദേഹം മരിച്ചുപോയി റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അതായത് ഈ സംഭവം ഉദ്ധരിക്കുന്ന ഒറ്റ റിപ്പോർട്ടുകളിലും അല്ലെ ഖദീജാബിയുമായി ബന്ധപ്പെട്ട ഒറ്റ റിപ്പോർട്ടുകളിലും എന്ത് വരുന്നില്ല? അഹ്ലി കിതാബുകളുടെ പിന്നെ അറിവിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ വറഖത്ത് ഇബ്നു നൗഫലിൽ നിന്ന് അവരുടേതായിരിക്കുന്ന വൃത്താന്തം വല്ലതും പഠിച്ചു അറിഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ടിലും കാണുന്നില്ല. മാത്രമല്ല വറഖത്ത് ഇബ്നു നൗഫലിനെ കുറിച്ചുകൊണ്ട് അന്നത്തെ അറേബ്യയിലുണ്ടായിരിക്കുന്ന സുവിശേഷകനാണെന്ന് പോലും ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. സുവിശേഷകനാണെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ സുവിശേഷകനായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് ചരിത്രം അങ്ങനെ പറയേണ്ടതല്ലേ? അറബികൾ ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് എവിടെയെങ്കിലും വറഖത്ത് ഇബ്നു നൗഫൽ ക്രിസ്തീയ സുവിശേഷകനായിരുന്നു എന്ന് പോലും പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെങ്ങനെ? മാത്രമല്ല അദ്ദേഹം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മഹാനവറുകൾക്ക് ഒരു സഹാബി എന്നുള്ള പദവി ലഭിച്ചതിന് ശേഷമായിട്ട് ആര് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്? മഹാനായിരിക്കുന്ന വന്യവയോധികനായ വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു തആല അൻഹു പിന്നീട് പിന്നെ അദ്ദേഹം വഫാത്തായി പോവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ കൂടിക്കാഴ്ച സഹാബിയാകാനുള്ള ഭാഗ്യം ലഭിച്ചു. ഏതല്ലാവട്ടെ, മനസ്സിലായില്ലേ? അപ്പൊ ആ വാദം ശരിയല്ല. പിന്നെന്താ അവർ പറഞ്ഞത് അറിയോ? പിന്നെ അറേബ്യൻ രാജ്യത്തൊക്കെ വേറെ ഒരു വാദം കൂടി നോക്കുക.
ഒന്ന് രണ്ട് മൂന്ന് കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മുൻനിർത്താം. പിന്നെ അറേബ്യൻ രാജ്യത്ത് ഒരുപാട് ക്രിസ്തു മതവും ജൂതമതവും വ്യാപിച്ചിരുന്നു. പിന്നെ ചില നല്ല സാഹിത്യകാരന്മാരായിരിക്കുന്ന അറബികൾ ചിലരൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു. അവർ കവിതകൾ സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ കവികളൊക്കെ ചിലരൊക്കെ ക്രിസ്ത്യാനിയായിട്ടുണ്ട്. ഹിസ്ബിൻ സായിദ, ഉമയ്യത്ത് അബിസലത്ത്, അവരെ പോലുള്ള ആളുകളൊക്കെ എന്തായിട്ടുണ്ട്, ക്രിസ്ത്യാനിയായിരുന്നു. പിന്നെ അവരൊക്കെ എന്ത് ചെയ്തിരുന്നു, ഒരു അറബികളിൽ നിന്ന് ഒരു പ്രവാചകൻ ഉയർത്തെഴുന്നേൽക്കാനുണ്ട് എന്നുള്ള കാര്യം അവരൊക്കെ മനസ്സിലാക്കിയിരുന്നു. തൗറാത്തും ഇഞ്ചീലൊക്കെ സുവിശേഷം അറിയിച്ച ഒരു പ്രവാചകന്റെ ആഗമനം അടുത്തിരിക്കുന്നു എന്ന് അവർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവരെ വാദത്തിൽ ആകൃഷ്ടനായിട്ടാണ് പ്രവാചകൻ ഈ ഒരു ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം, അന്തരീക്ഷം മുതലെടുത്തുകൊണ്ട് പ്രവാചകനായിട്ട് ചമഞ്ഞു വന്നതാണ് എന്നാണ് പിന്നീട് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ അവിടെ വാദമുള്ളത്? അറേബ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനി ജൂത മതങ്ങൾ വ്യാപിച്ചിരുന്നുവെന്നും അവരുടെ ചില കവികളും അതുപോലെ പിന്നെ സാഹിത്യകാരന്മാരൊക്കെ അവര് പിന്നെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും പ്രവാചകൻ ആഗമനത്തെക്കുറിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ഇതിൽ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് രംഗത്ത് വന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള വാദം. എന്നാൽ ഇതിന്റെ അടിത്തറ എന്താ? ഇതിന്റെ അടിത്തറം പൂജ്യമാണ്. സീറോ എന്ന് പറഞ്ഞാല് ഹിജാസില് ജൂതന്മാർ ക്രിസ്ത്യാനികളും വ്യാപിച്ചിട്ട് ഉണ്ട് എന്നുള്ള വാദം പച്ചക്കള്ളമാണ്. മക്കത്തൊരു ജൂതൻ ഉണ്ടായിരുന്നില്ല, ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. പിന്നെ മദീനത്താണ് ആരുണ്ടായിരുന്നത്? ജൂതന്മാരുണ്ടായിരുന്നത്. ജൂതന്മാർ എവിടെ ഉണ്ടായിരുന്നത്? മദീന മുനവ്വറയിൽ, അന്നത്തെ യസ്രീബിലാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ മദീനത്തുള്ള ജൂതന്മാർക്ക് തന്നെ അവരുടെ അയൽവാസികളായിരിക്കുന്ന ഔസ് ഖസ്റജിൽപ്പെട്ടതായിരിക്കുന്ന അറബികളോട് പോലും വേണ്ടത്രതായിരിക്കുന്ന സ്വാധീനമുണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം ചില അറബികളല്ലാതെ കണ്ടിട്ട് ജൂതന്മാരായിട്ടില്ല. അതിനേക്കാൾ ചുരുക്കം ചില അറബികളല്ലാതെ ക്രിസ്ത്യാനി ആയിട്ടുമില്ല. മാത്രമല്ല ക്രിസ്ത്യാനി ആയവർക്ക് തന്നെ അഹ്ലി കിതാബുകളെ കുറിച്ചുള്ള ആയിരിക്കുന്ന അറിവാണെങ്കിലോ അത് വളരെ പിന്നെ എന്തായിരുന്നു, തുലോം വിരളമായിരുന്നു അവർക്കുള്ള അറിവ് തന്നെ. ജസീറത്തുൽ അറബിന്റെ ഭാഗങ്ങളിലായിരിക്കുന്ന ഈ ഇവർക്കുണ്ടല്ലോ, ഈ അറബികളിൽ നിന്ന് ക്രിസ്ത്യാനികളായ ജൂതന്മാരായിരിക്കുന്ന ആളുകൾക്ക് അഹ്ലി കിതാബുകളുടെ ഗ്രന്ഥശേഖരങ്ങളുമായിട്ടുള്ള വിവരങ്ങളൊക്കെ വളരെ തുലോം വിരളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സമർപ്പിച്ചതായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന് സമാനമായ നിലക്കുള്ള ഒരു വിവരം അന്നത്തെ ജൂത ക്രിസ്ത്യാനികളെ അറബികൾക്ക് ഉണ്ടായിരുന്നെന്ന് പറയാൻ ആർക്കാണ് കഴിയുക? ഏത് ചരിത്രമാണ് അതിനെ അവർ കൂട്ടുപിടിക്കുക? വൈരുദ്ധ്യവും പരസ്പരം തനാക്കുലിൽ തോന്നിപ്പിക്കുന്നതായ രൂപത്തിലുള്ള വാദങ്ങളല്ലാതെ ഇതും തന്നെ. പിന്നെന്താണ്? ഹിസ്ബുൽ സായിദൊക്കെ എന്തായിട്ടുണ്ടെന്നാ പറഞ്ഞത്? അഹ്ലി കിതാബുകൾ വെച്ചാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളെ അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാല് ഇന്നത്തെ ക്രിസ്ത്യാനികള് പിന്നെ അഹ്ലി കിതാബാണോ? അല്ലേ? വേറെ ചർച്ച. അഹ്ലി കിതാബ് ഇന്നത്തെ ക്രിസ്ത്യാനികളെ ആശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ വിവാഹം കഴിക്കാൻ പറ്റുന്ന അഹ്ലി കിതാബികൾ ആര്, അല്ലാത്തവരാര് എന്നുള്ളത് ചർച്ച വേറുണ്ട് ഫിഖ്ഹിൽ. അതല്ല പറഞ്ഞത്. അഹ്ലി കിതാബുകൾ അന്നത്തെ അഹ്ലി കിതാബ് തന്നെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതും. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ അഹ്ലി കിതാബാണ്. അന്നത്തെ അഹ്ലി കിതാബാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അവർ വംശപരമ്പരയെ കുറിച്ചുള്ള ചർച്ച അല്ല. അഹ്ലി കിതാബ് തന്നെയാണ്. ഇന്നത്തെ ക്രിസ്ത്യാനിസിനെ കുറിച്ച് അഹ്ലി കിതാബ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അപ്പോ ഹിസ്ബുൽ സായിദ എന്നുള്ളത് അയാൾ ക്രിസ്ത്യാനി ആയിട്ടുണ്ട്. അയാളൊക്കെ അങ്ങനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വരുന്നതിന് മുന്നേ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. അയാള് പിന്നെ ക്രിസ്ത്യാനി ആയെന്നുള്ള വാദം ശരിയല്ല. അങ്ങനെ അയാൾ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വിവരമില്ല, എവിടെയില്ല. പിന്നെന്താണ്? തൗഹീദിലേക്ക് അവരെ പ്രകൃതിയായി തന്നെ തൗഹീദ് ഉൾക്കൊണ്ടവരും തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഹുനഫായിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ ആളുകൾ ഹനീഫിയീൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ചില അറബികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഹിസ്ബുൽ സായിദ എന്നുള്ളത്. അല്ലെങ്കിൽ ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് നിന്ന് അവശേഷിച്ചത് കൊണ്ട്, അതായത് ഇബ്രാഹിം നബി ആയിരുന്നല്ലോ അവിടെ ആദ്യത്തെ തൗഹീദ് പ്രചരിപ്പിച്ചത്, മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും. അപ്പൊ അവർ പ്രചരിപ്പിച്ച തൗഹീദിന്റെ അവശിഷ്ടങ്ങളിലൊക്കെ അവർ പിന്നെ വിവരം കിട്ടിയിരിക്കാം. അതുമായിട്ട് ബന്ധം അതാണ് ശരിയായ നിലപാട്, അതാണ് ശരിയായ മതം എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് പാരമ്പര്യം എന്ന് മനസ്സിലാക്കി അതിൽ പിടിച്ചു നിന്നായിരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. അവരിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ ഹിസ്ബുൽ സായിദ എന്ന് പറയുന്നത്.
അയാൾ ഒരിക്കലും നിസ്രാനായിട്ടൊന്നുമില്ല. അപ്പൊ അയാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിയായി ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഉമയ്യത്ത് ബിൻ സഅത്താണ്. ഉമയ്യത്ത് ബിൻ അബി സഅത്ത് എന്ന് പറഞ്ഞാൽ അത് തായിഫിലെ സഖീഫ് ഗോത്രക്കാരെ കവിയായിരുന്നു ഉമയ്യത്ത് ബിൻ അബി സഅത്ത്. അയാളും പറഞ്ഞ മാതിരി ഹനീഫ അതായത് ഹുനഫായിൽപ്പെട്ട ആളായിരുന്നു. തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന വളരെ ചുരുക്കം ജനലിൽപ്പെട്ട ആളായിരുന്നു ആര്? ഉമയ്യത്ത് ബിൻ അബി സഅത്ത്. അയാൾക്ക് അറിഞ്ഞിരുന്നു ആഖിർ സമാനിൽ ഒരു പ്രവാചകൻ അറേബ്യൻ നാട്ടിൽ നിന്ന് ആഖിർ സമാനിൽ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്ത് ഈ വിവരം വെച്ചിട്ട് അത് ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ള രൂപത്തിൽ അയാൾ എന്തിന് പൗരോഹിത്യം സ്വീകരിച്ചിട്ട് അങ്ങനെ ആരാധനയിൽ മുഴുകി വലബിസൽ മസൂഹ് എന്നാ പറയുന്നത്. വലബിസൽ മസൂഹ തംഅൻ യനാല നുബുവത്ത്. ആ നുബുവത്ത് എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ, അറേബ്യയിലെ അവസാന നാളിൽ വരാനിരിക്കുന്ന പ്രവാചകത്വ സ്ഥാനം എനിക്ക് ലഭിക്കണമെന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചെയ്ത് അയാൾ എങ്ങനെ പ്രത്യേക പുരോഹിതന്മാര് ധരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, കാഷാവസ്ത്രം. അങ്ങനെ കാഷാവസ്ത്രം എന്ന് പറയാം നമ്മള്, അത് ആ കളർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. മസൂഹിനെ ധരിച്ചു, അതായത് ലിബാസുർ റഹബനാന, അതായത് പുരോഹിതന്മാര് ധരിക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആ പ്രവാചകൻ ഞാൻ ആവണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ കുറെ കുപ്പായം തന്നെ കുത്തിയിരുന്നെന്ന് പറയാം. ആ രൂപത്തിൽ അങ്ങനെ പറയാം നമുക്ക് തിരിയുന്ന ഭാഷയിൽ. ആ പ്രവാചകത്വം കിട്ടാൻ വേണ്ടി അയാൾ ഒരുങ്ങിയിരുന്നിരുന്നു കുറെ കാലം. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പ്രവാചകത്വം കിട്ടണം എന്നുള്ള ആഗ്രഹം അള്ളാഹുവിന്റെ റസൂലുണ്ടായി. റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നപ്പോ റസൂൽ ഭയപ്പെടൂലല്ലോ, റസൂൽ ബേജാറാവൂലല്ലോ. അപ്പം അങ്ങനെ പ്രവാചകത്വം തനിക്ക് കിട്ടണമെന്ന് കരുതിയിട്ട് ഇരുന്ന ആൾക്കാർ കിട്ടിയിട്ടില്ല. അതാ പറഞ്ഞത് തബാറക്കല്ലാഹു മാ വഹയും ബിമുക്തസബിൻ വലാ നബിയ്യുൻ അലാ ഗൈബിൻ ബിമുത്തഹമീ. തബാറക്കല്ലാഹു മാ വഹയും ബിമുക്തസബിൻ. വഹി എന്നുള്ളത് അത് സമ്പാദിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഹൃദയത്തിലെ നിരന്തരമായ ചിന്തകളെ കൊണ്ട്, ഹൃദയത്തിന്റെ പരിശീലനങ്ങളെ കൊണ്ട്, ഏകാന്തമായ വാസങ്ങളെ കൊണ്ട്, പിന്നെ രാത്രിയാമങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ശരീരം ശോഷിപ്പിച്ചുകൊണ്ടുള്ളതായ ചിന്തയിൽ നിമഗ്നനായി ഇരുന്നത് കൊണ്ട് ലഭിക്കുന്നതായിരിക്കുന്ന ഒന്നാണോ വഹി? അല്ല, ഒരിക്കലില്ല. ഇക്തിസാബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ ചിലർക്ക് എടുക്കലുണ്ട്. ചില പാതിരിമാര്, ചില സന്യാസിമാരൊക്കെ അവര് നിരന്തരമായ ഇതുകൊണ്ട് തപസ്യ കൊണ്ടിട്ട് അവർക്ക് ചില ഉൾവിളികളൊക്കെ അവർക്ക് ലഭിക്കാറുണ്ട്. അത് വഹിയുമായി ബന്ധപ്പെട്ടതല്ല. വഹി വേറെ, ഇത് വേറെ. അങ്ങനെ ചില ഇസ്രാഖാത്തുകൾ, ചില ഇൽഹാമുകളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. മനസ്സിലല്ലേ? ചില ക്രിസ്തീയ പുരോഹിതന്മാർക്കുണ്ടാകും, അതുപോലെ തന്നെ ചില ഹിന്ദു സന്യാസിമാർക്കുണ്ടാകും. അങ്ങനെ ചില മാനസികതകളൊക്കെ ഉണ്ടാവും. അത് ഇസ്തിദ്രാജിന് ഇനത്തിൽപ്പെടുകയും ചെയ്യും. അതും വഹിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വഹി എന്നുള്ളത് എന്തല്ല, ഇക്തിസാബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നേ അല്ല. അങ്ങനെ കിട്ടാണ് ആർക്കെ കിട്ടേണ്ടിയിരുന്നത്? ആരെ നബിയാവേണ്ടിയിരുന്നത്? സമ്പാദിച്ചെടുക്കണം. എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചെങ്കിൽ അതിന്റെ ആ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ആരാധനയിൽ മുഴുകിയിരുന്ന തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആൾ തന്നെയായിരുന്നു അദ്ദേഹം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉമയ്യത്ത് ബിൻ അബി സഅത്ത് എന്ന് പറയുന്ന സഖീഫ് ഗോത്രക്കാരെ കവിക്കായിരുന്നത് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് ചെയ്തില്ല? അയാൾക്ക് ലഭിച്ചില്ല. അയാൾ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നവരെ അയാൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്ത്? അയാൾക്ക് നുബുവത്ത് കിട്ടാത്തത് കൊണ്ട് റസൂലുള്ളാഹിനോട് ദേഷ്യമായിരുന്നു. നുബുവത്ത് ആൾക്ക് ലഭിക്കാത്തത് കൊണ്ടിട്ട് റസൂലിനോട് എന്ത് ഹിഖ്ദ് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരന്മാരെ കണ്ടില്ലേ, പ്രവാചകൻ ചില അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഉലമാവിന് ദറജാത്ത് നിരവധി സ്ഥാനം അള്ളാഹുത്തല കൊടുക്കും. ഇത് കണ്ടിട്ട് ഇങ്ങനെ അസൂയ കൂടി 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 പിന്നെ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം തന്നെ എന്താ അസൂയയിൽ നിന്ന് ഉതിർന്നതായിരിക്കുന്ന വിഷയങ്ങളാണ് എല്ലാം വരുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പൊ ഹിഖ്ദ്, അതായത് അസൂയയും പിന്നെ കോപവും അയാളെ കവച്ചു വെച്ച ആ പ്രവാചകത്വം കിട്ടാത്തതിന് പേരിൽ കോപിഷ്ഠനായിക്കൊണ്ട് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ആര്? ഉമയ്യത്ത് ബിൻ അബി സഅത്ത്. എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു കിട്ടി. അബൂജഹലിന്റെ അതേ സംഭവം. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂൽ, അതെ അതിനെ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമയ്യത്ത് ബിൻ അബി സഅത്തിന്റെ ചില കവിതകൾ കേട്ടപ്പോൾ അള്ളാഹുന്റെ റസൂൽ എന്ന് പറഞ്ഞാരോ, വഖാദ് അൻ യുസ്ലിമ. ആ കവിത കേട്ടാൽ അയാൾ മുസ്ലിമായി എന്ന് തോന്നും. പക്ഷേ ആമന ശഅറുഹു വകഫറ ഖൽബുഹു. ആമന ശഅറുഹു വകഫറ ഖൽബുഹു. അദ്ദേഹത്തിന്റെ കവിതകൾ നോക്കുമ്പോൾ കവിത നല്ല മുസ്ലിമായിട്ടുള്ള കവിതയാണ്. കവിത മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷെ ആളെ ഹൃദയം കാഫിറായി പോയി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയുണ്ടായി. അപ്പം നുബുവത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കാത്തിരുന്ന് കുപ്പായം തുന്നി വെച്ചിട്ട് ഇങ്ങനെ
കിട്ടുന്നതാണുണ്ടെങ്കിൽ ഉമയ്യത്ത് ബിൻ അബീ സലത്തിന് കിട്ടേണ്ടതായിരുന്നു. എന്നാൽ ഈ ഉമയ്യത്ത് ബിൻ അബീ സലത്ത് റസൂലുള്ളാഹിയുമായിട്ട് പ്രവാചകത്വ നിയോഗത്തിന് മുമ്പോ ശേഷമോ ഇയാളുമായി സന്ധിച്ചതിന് യാതൊരു രേഖയില്ല. ഹിജ്റ 9 വരെ അയാൾ ജീവിച്ചിട്ടുണ്ടെന്നുള്ള. പക്ഷെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ ഒരിക്കലും കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് ഈ ഉമയ്യത്ത് ബിൻ അബീ സലത്ത് നിന്ന് പിടിക്കുക? അപ്പൊ അതും അസംഭവ്യമാണ്, നിരർത്ഥകമാണ്. ഇത്തരം പൊള്ളയാ വാദങ്ങളല്ലാതെ അവർക്ക് പറയാനില്ല. മറ്റൊരു വാദമുള്ളത് എന്താ വെച്ചാല്, പിന്നെ മക്കത്തൊക്കെ എന്തുണ്ടായിരുന്നു, ചില ജൂത ക്രിസ്ത്യാനികളായിരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവര് ആരെ ഹാദിമീങ്ങളായിട്ട്, അവര് അറബികൾക്കുള്ള അടിമകളും ജോലിക്കാരും ഒക്കെ ആയിട്ട് അവര് മക്കയുടെ പുറത്ത് താമസിക്കുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലി ഈ ജൂത നസാറാക്കളെ ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിരിക്കുന്ന ഈ അടിമക്കാർ അല്ലെ തൊഴിലാളികളുമായിട്ട് അല്ലെ ജോലിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് കേട്ടതാണ്. അത് മറ്റേതിനേക്കാളും കളവ്. മനസ്സിലായില്ലേ? അതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും എതിർക്കേണ്ട തന്നെ ആവശ്യം. അത്രമാത്രം ബലഹീനമാണിത്. പിന്നെ അവര് മുമ്പ് പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ റസൂല് ഒരു ആയത്തുണ്ടല്ലോ, പിന്നെ എന്താണ്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കല് മക്കയില് പിന്നെ എന്തുണ്ടായിരുന്നു, ഒരു ഹദ്ദാദ് ഉണ്ടായിരുന്നു, റോമക്കാരനായ വെച്ചാല് അന്നത്തെ റോമയിൽ നിന്ന് ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു പിന്നെ വെൽഡർ ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ അയാൾ വാളുകളൊക്കെ ഉണ്ടാക്കുന്ന ഹദ്ദാദ്, വാളും മറ്റുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരുന്നു. കൊല്ലെന്ന് പറയില്ലേ, കൊല്ലെന്ന് പറയും നമ്മളൊക്കെ, കൊല്ലൻ ഹദ്ദാദ് ഉണ്ടായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അയാൾ അടുക്കൽ പോയിട്ട് അടക്ക നിൽക്കുന്നിട്ട് അയാളെ പണിയൊക്കെ നിങ്ങൾ വീക്ഷിക്കും. അയാൾ എങ്ങനെ വാളുണ്ടാക്കുന്നത്, അയാൾ എങ്ങനെയാണ് അമ്പുണ്ടാക്കുന്നത്, വില്ലുണ്ടാക്കുന്നത് എങ്ങനെയാണ്, പരിചയുണ്ടാക്കുന്നത് എങ്ങനെയാണ്, കത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക്. ഇപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ മക്കത്തുള്ള ഒരു പിന്നെ പുറത്തുനിന്ന് വന്ന വിദേശിയായിരിക്കുന്ന ഒരു പണിക്കാരനാണ് ഇയാൾ. അപ്പൊ അയാളെ എടുത്തുപോയി നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്നപ്പോ അവർക്ക് മനസ്സിലായി, എന്നാലും മുഹമ്മദ് അയാളും തന്നെ. എന്നാ മുഹമ്മദ് ഈ കൊല്ലപ്പണിക്കാരെന്നാണ് ഏത് പഠിച്ചത്, പിന്നെ ഇസ്ലാമിന്റെ അതിസുന്ദരമായ വിശ്വാസ ആദർശങ്ങളും പരലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ആകാശലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങളും പിന്നെ ഖബർ, നരകം, സ്വർഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ശാസ്ത്രീയ ലോകം ഇന്ന് എല്ലാം പിന്നെ സത്യമാണെന്ന് തെളിയിച്ചതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ സൂചന, ഇതൊക്കെ ഇപ്പൊ ഈ കൊല്ലം ഒക്കെ പഠിച്ചതാണ്. വിവരമുള്ള പറയോ? ഒരിക്കലും പറയില്ല. ഇങ്ങനത്തെ അസംബന്ധങ്ങളാണ് അവർ തട്ടിവിടുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞ് വലഖദ് നഅലമു ബിഅന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശർ, ഇതിനെക്കുറിച്ചാണ്. അപ്പൊ അവരെന്ത് ആക്ഷേപിച്ചെന്ന് പറഞ്ഞത്, ഈ പിന്നെ കൊല്ലന്റെ വക്കെന്നാണ് അള്ളാഹുവിന്റെ റസൂല് പിന്നെ ഇതൊക്കെ പഠിക്കുന്നത്, ഇസ്ലാമിന്റെ പിന്നെ വിധി തത്വങ്ങളൊക്കെ പഠിക്കുന്നു പറഞ്ഞപ്പോ ഖുർആൻ ഇറങ്ങി. മറുപടി കൊടുത്ത് അള്ളാഹ് മറുപടി കൊടുത്ത് വലഖദ് നഅലമു, തീർച്ചയായിട്ടും നാം അറിയുന്നുണ്ട് പ്രവാചകരെ, ബിഅന്നഹും യഖൂലൂന, അവർ പറയുന്നുണ്ട് ഇന്നമാ യുഅല്ലിമുഹു ബശർ, ഈ ഖുർആൻ ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നൊരു പ്രചരിപ്പിക്കുന്നുണ്ട്. ലിസാനല്ലദി യുൽഹിദൂന ഇലൈഹി അജമി റൂമിയാണല്ലേ ആള്. ഇതെന്ത് ഭാഷയാണ്? അജമിയെ വഹാദാ ലിസാനുൻ അറബിയൻ, ഇത് വളരെ വ്യക്തമായ അറബി ഭാഷയല്ലേ ഇത് സംസാരിക്കുന്നത്. ഈ അറബി വ്യക്തമായ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ അതിസുന്ദരമായ രീതിയിൽ സാഹിത്യത്തിന്റെ കൊടുമുടിയിലുള്ള രീതിയിൽ സംസാരിക്കുക, അത് ആരെന്ന് കേട്ടിട്ട് ഈ അനറബിയായ ഈ പിന്നെ കൊല്ലപ്പണിക്കാരനത് കേട്ടിട്ട് എങ്ങനെ ഈ വളരെ സുന്ദരമായ അറബി ഭാഷ സംസാരിക്കുകയോ? ഖുർആൻ ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയായിട്ടുള്ള കെട്ടുകഥകളാണ് അവർക്ക് ആധാരമായിട്ടുള്ളത്. പിന്നെന്താ അവർ പറഞ്ഞതറിയോ? പിന്നെ വേറെ ഒന്നുണ്ട്. നമ്മൾ സൂറത്ത് ഈലാഫ് അല്ലേ, സൂറത്തുൽ ഈലാഫിൽ നമ്മൾ ഓതുന്നുണ്ടല്ലേ, ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ഖുറൈശികളുടെ ഇണക്കത്തിന് വേണ്ടി. എന്താ ഖുറൈശികളുടെ ഇണക്കം? അവർക്ക് 2 യാത്ര ഉണ്ടായിരുന്നു, റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള 2 യാത്രകൾ. പിന്നെ അവരെവിടേക്കായിരുന്നു? പിന്നെ ഉഷ്ണകാലമാകുമ്പോൾ എവിടേക്ക് പോകും? യമനിലേക്ക് പോകും അവർ. ശൈത്യകാലമാകുമ്പോൾ ഷാമിലേക്കും അവർ പോകും. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പൊ ആ യാത്രയിൽ ഖുറൈശികൾക്കുണ്ടായിരുന്ന ഈ ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള യമനിലേക്കും ഷാമിലേക്കുമുള്ള യാത്രയിൽ അവര് ആരുമായി കണ്ടുമുട്ടിയതാണ്? അഹ്ലി കിതാബുകളുമായി കണ്ടുമുട്ടി അവരൊന്ന് കേട്ടിട്ട് അവരിന്നൊക്കെ മനസ്സിലാക്കിയെടുത്താണ് പ്രവാചകന് എന്നുള്ളത്. ഇതിന് മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള സംഭവം തന്നെ എവിടെയും ഉദ്ധരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് ഹിജാസ് വിട്ടുകൊണ്ട് 2 പ്രാവശ്യമാണ് പുറത്തു പോയത്. ഒന്ന് ഖദീജ ബീവിയുടെ അന്ന് അബൂ താലിബിന്റെ കൂടെ 9ാം വയസ്സിൽ അല്ലെങ്കിൽ 12ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ ഷാമിലേക്കുള്ള യാത്ര നടത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു യാത്ര ഖദീജ ബീവിക്ക് വേണ്ടിയുള്ളത്. പിന്നെ യമനിന്റെ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമായ രേഖകൾ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യമനിലേക്ക് പോയിട്ട് ഇല്ല ഒരിക്കലും. അള്ളാഹുവിന്റെ റസൂൽ യമനിലെ അങ്ങോട്ട് അതിർത്തിക്ക്
ചിലപ്പോൾ അതിർത്തി വരെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ യമനിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പോയത് ആ ചരിത്രങ്ങളൊന്നുമില്ല. സഹാബത്തിനൊക്കെ പലരെയും പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്നെന്താ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ മനസ്സിലായി. നേരത്തെ പറഞ്ഞതിന് അള്ളാഹുവിന്റെ റസൂല് ഏകാന്തതയിൽ ഇരുന്ന് അവിടുന്ന് പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇരുന്നിട്ട് അവിടുന്ന് ഹൃദയം ക്ലിയർ ആവുകയും ആ ഹൃദയത്തിൽ ചില ആശയങ്ങളൊക്കെ അങ്കുരിക്കുകയും ആ ആശയങ്ങളാണ് ഇസ്ലാമിക പ്രബോധനം അല്ലെങ്കിൽ വഹി എന്ന പേരിൽ പറഞ്ഞത് എന്നുള്ളതാണ്. അതിനൊന്നും യാതൊരു തെളിവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു വഹിയെങ്കിൽ പിന്നെ എന്തിനാണ് ആ അബോധിക ആ വസ്തുവിനെ, ജീവിയെ അല്ലെങ്കിൽ മലക്കിനെ കണ്ട സന്ദർഭത്തിൽ, അബോധിക വസ്തുവിനെ കണ്ട സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെടുകയും പേടിച്ച് വിറച്ച് പനി പിടിച്ചു പോവുകയും എന്താണ് ഞാൻ പേടിച്ചുപോയി എന്ന് പറയുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ശരീരം ആകെ മഞ്ഞ നിറം പിടിപെടുകയും മുഖം വിളർക്കുകയും ചെയ്ത സംഭവം ഒക്കെ ഉണ്ടാവേണ്ടിയിരുന്നോ? അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് വന്നതെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പേടിച്ച് വിറക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്ന് യുക്തിക്ക് നിരക്കുന്ന വാദങ്ങൾ, അസംബന്ധങ്ങൾക്ക് മേലെ അസംബന്ധങ്ങൾ എന്നല്ലാതെ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാദങ്ങളാണ് യൂറോപ്യന്മാരും ഭൗതികവാദികളും നിരീശ്വരവാദികളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന്റെ ഒരു ശകലം പോലും അവർക്ക് ഇതുമായിട്ട് ഇത് തെളിയിക്കാൻ അവർക്ക് ലഭിക്കാനില്ല എന്നുള്ളതായ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാകുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവർ. ഇനി വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്, അതൊക്കെ നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് കൊണ്ടൊക്കെ പിന്നീട് തഫ്സീറൊക്കെ ഓതുമ്പോൾ നമുക്ക് പറയാമെന്ന് കരുതുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ തഫ്സീറിന്റെ ക്ലാസ് ഈ ആഴ്ചത്തെ ഇവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ചയിലും ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലും 3 ദിവസം തഫ്സീർ, പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം താരീഖുൽ ഇസ്ലാമിന്റെ ചരിത്രവും ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച നമുക്ക് പരിശുദ്ധ ഖുർആന്റെ പ്രാരംഭം അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ഓതാം. അള്ളാഹു അത് ശരിയായ നിലയ്ക്ക് ഓതാനും അത് ശരിയായ നിലയ്ക്ക് മനസ്സിലാക്കി പറഞ്ഞു തരാനും ശരിയായ നിലയ്ക്ക് ഉൾക്കൊള്ളാനൊക്കെ നിങ്ങൾക്കും എനിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ വഹിയുമായിട്ട് ബന്ധപ്പെട്ട വിമർശനങ്ങളും അതിന് മറുപടിയുമാണ് നാം ഇന്ന് ഗ്രഹിച്ചത്. എങ്ങനെയൊക്കെ വഹി ഉണ്ടായിരുന്നു എന്നുള്ള വിഷയം, അതിന്റെ വിശദാംശങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകൾ കഴിഞ്ഞുപോയി. അതെല്ലാം തന്നെ നാം ഓർത്തുകൊണ്ടിരിക്കണം, മനസ്സിലാക്കണം. പ്രത്യേക പോയിന്റുകളൊക്കെ എഴുതി വെക്കുകയും ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്ത് നമ്മുടെ അറിവ് നാം വിശാലമാക്കണം. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال أهل النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه. سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.